പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവസ്ഥ മാറാൻ പാടില്ല, ധാരണ തെറ്റാൻ പാടില്ല. അല്ലാഹുത്തആല എന്നെ ഈ രോഗത്തിലായിട്ട് ഇങ്ങനെ ഇടങ്ങേറായി ഇങ്ങനെ കെട്ടിയിരുന്നെന്തിനാ ചിന്തിക്കാൻ പാടില്ല. ആ രോഗത്തിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് ഖൈറുകൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് മറ്റു എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും സന്ദർശനവും. പിന്നെയോ ഒരുപാട് നന്മ ചിന്തിക്കാനുള്ള ഒരു നല്ല അടച്ചുറപ്പുള്ളൊരവസ്ഥ. രോഗിയായി നിൽക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നല്ലൊരു സന്തോഷതാണ്. അയാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതുവരെ നേരമില്ലായിരുന്നു, ഇപ്പൊ ഒരു നേരം കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം, പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റിയ നല്ല സന്ദർഭമാണ്. അള്ളാഹു രോഗം തരുന്നത് ഇങ്ങനെ കുറെ നിശ്ചയങ്ങൾ സ്വീകരിക്കാനും കുറെ കാര്യങ്ങൾ വിലയിരുത്താനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഈമാനാണ്. ഈമാനിനേക്കാൾ വലുപ്പമുള്ള ഒരു അനുഗ്രഹവും നമുക്ക് മറ്റൊന്നില്ല. ആ അനുഗ്രഹം അനുഗ്രഹമായി നിലനിർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ഉറപ്പിച്ചു നിർത്തുന്നതിനും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ട സ്ഥലമാണ് ഈ ദുനിയാവ്. ദുനിയാവിലുള്ള എല്ലാ ത്യാഗങ്ങളും ഈമാനിന്റെ പേരിലാണെങ്കിൽ, ഈമാനുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും വിഷമങ്ങളുമാണെങ്കിൽ ഒട്ടും പതറാതെ ചിതറാതെ പൂർവോപരി കരുത്തോടെ ശക്തിയോടെ മുന്നോട്ട് ഗമിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം അയാൾ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും മരണത്തിലും മരണാനന്തര ജീവിതത്തിലുമാണ്. ഈമാൻ മുറുകെ പിടിച്ച് രണാങ്കണത്തിൽ ഒട്ടും പതറാതെ നല്ല ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ നിന്ന മഹാരഥന്മാരാണ് ദുന്യാവിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഉത്തമ വിഭാഗം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മരണാനന്തര ജീവിതത്തിൽ വീണ്ടും ദുനിയാവിലേക്ക് വന്ന് ഒന്നുകൂടി ഈമാനെ ശക്തിപ്പെടുത്തി തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കൾ അവിടെ എത്തി മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ ആസ്വദിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി വിശ്വാസരംഗത്ത് കരുത്താർജിച്ച് പ്രവർത്തിക്കാൻ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ ചോദിച്ചവരാണ് ശുഹദാക്കൾ. വേറെ ആരും ആ ആഗ്രഹം പ്രകടിപ്പിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ശുഹദാക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ശുഹദാക്കൾ അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യവും അതാണ്. ഉഹുദിലെ ശുഹദാക്കളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവദിച്ചപ്പോൾ ശുഹദാക്കൾ ചോദിച്ചു, അള്ളാഹുവേ, ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, നീ അത് സാധിപ്പിച്ചു തരുമോ? എന്താ നിങ്ങൾ ആഗ്രഹം, നിങ്ങൾ പറയൂ. ശുഹദാക്കൾ പറഞ്ഞു, ഉറദ്ദു ഇലദ്ദുന്യാ സാനിയ വഉഖ്തലു ഫീ സബീലിക സാനിയ. ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളൊന്ന് മടക്കിത്തരണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് വിശുദ്ധ ദീനിന് വേണ്ടി ശക്തമായി നിലകൊണ്ട് പോരാട്ടത്തിലാണെങ്കിൽ അങ്ങനെ ഷഹീദായി തിരിച്ചു വരണം. അത് വിശ്വാസരംഗത്ത് ഈ ദുനിയാവിൽ വെച്ച് അവർ ആർജിച്ചെടുത്ത് അധ്വാനിച്ചതിന്റെ മധുരം ആസ്വദിച്ചപ്പോഴാണ് അള്ളാഹുവിനോട് ആ ചോദ്യം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖസ്സബക മിന്നിൽ ഖൗൽ അന്നഹും ലാ യർജിഊൻ. എന്റെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇങ്ങോട്ട് വന്നവരൊന്നും തിരിച്ചു പോകൂല.
ഇങ്ങോട്ട് വന്നവരൊക്കെ ഇവിടെ തിരിച്ചു പോവുകയില്ല. ആ സമയത്ത് ഞാനിത് പറയുമ്പോൾ വിഷയം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് ഭൗതിക ലോകത്ത് വെച്ചല്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് രണ്ട് ഘട്ടങ്ങളാണ്. ഒന്ന് മരണവും മരണാനന്തര ജീവിതവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെയാണ് ശരിക്കും നമുക്ക് ഉറപ്പ് വേണ്ടത്. അതിനാണ് ഈ കഠിനാധ്വാനങ്ങളൊക്കെ നടത്തുന്നത്. എന്തെല്ലാം അധ്വാനങ്ങളായിട്ട് ജീവിതത്തിലേക്ക് വരാനുണ്ടോ അത് തീർത്തും അതിനാണ്. ആ ഒരു ഈമാൻ അള്ളാഹു നൽകി എന്ന അനുഗ്രഹത്തിനുള്ള നന്ദിയായിട്ടാണ്. തിരിച്ചു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ശുഹദാക്കൾ പറഞ്ഞു, എങ്കിൽ റബ്ബേ ഒരു കാര്യം നീ ചെയ്യണം. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ എന്തെല്ലാമാണ് സന്തോഷം? ശുഹദാക്കൾ അവരുടെ ആത്മാവുകൾ സ്വർഗലോകത്ത് പാറിക്കളിക്കുകയാണ്. ചില ഹദീസുകളിൽ കാണാം, ചെറിയ പക്ഷികളുടെ വലുപ്പത്തിലായിട്ട്. ഏറ്റവും ചെറിയ പക്ഷിയെ സങ്കല്പിച്ചോളൂ. ഓരോ ശുഹദാക്കിന്റെയും റൂഹുകൾ പച്ച പക്ഷികളുടെ കോലത്തിലായി സ്വർഗത്തിലെ തടാകത്തിന്റെ അടുത്ത്, മരങ്ങളിൽ, അവിടെയുള്ള കൊട്ടാരങ്ങളിൽ പാറിപ്പറന്ന് ഉല്ലസിച്ച് നടക്കുകയാണ്. വല്ലാത്ത സുഗന്ധവും സന്തോഷവുമാണ് അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സുഖം ഞങ്ങളുടെ കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, ഞങ്ങളിങ്ങനെ ഷഹീദായി വരുമ്പോൾ ബാക്കി വെച്ച ആളുകൾക്ക് നീ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹി വഫളൽ വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹു അവർ സന്തോഷിക്കുന്ന വിവരം നമ്മെ അറിയിച്ചു. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ധരിക്കരുത്, വിചാരിക്കരുത് അംവാതൻ അവർ മരിച്ചവരാണ്, ജീർണിച്ചവരാണ്. കാരണം എല്ലാവരും മരിച്ചു പിരിഞ്ഞതുപോലെ പിരിഞ്ഞവരാണെന്ന് വിചാരിക്കരുത്. അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ദുനിയാവിന് വേണ്ടിയല്ല, ഇവിടെയുള്ള എന്തെങ്കിലും പകപോക്കലിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ മഹാത്മാക്കളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫീ സബീലില്ല എന്ന വാക്ക് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട്. കുറെ ശുഹദാക്കളുണ്ട് ഇവിടെ, ഭൗതികതയ്ക്ക് വേണ്ടി ഷഹീദായ ആളുകളുണ്ട്. അവർക്കും ഒരു പക്ഷേ ശുഹദാ എന്ന മേൽവിലാസം വരുത്താറുണ്ട്, പലരും കൊടുക്കാറുണ്ട്. ഇപ്പറഞ്ഞത് അതിനെ പറ്റിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ആളുകളെ പറ്റി. അവർ മരിച്ചവരാണ് എന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കലാണ്. യുർസഖൂൻ, സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നവരാണ്. സ്വർഗീയ ഭക്ഷണം അതൊരു വലിയ സ്ഥാനമാണ്. അല്ലാഹു തആല അവർക്ക് ജീവൻ, ഹയാത്ത് നൽകി, അവർക്ക് സജീവത നൽകി. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 33-ാമത്തെ വയസ്സിൽ ഷഹീദായ മഹാനാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂത്തത്തിന്റെ രണഭൂമിയിൽ ഷഹീദായ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു ജഅഫറ യതീറു മഅൽ മലായിക ലഹു ജനാഹാനി ഖളറവാൻ.
ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു യതീറു മഅൽ മലായിക, മലക്കുകളോടൊപ്പം പാറിപ്പിറക്കുന്നത് പാറിക്കളിക്കുന്നത് കണ്ടു. ലഹു ജനാഹാനി ഖദറാവാനി, രണ്ട് പച്ച ചിറകുകൾ ജാഫർ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയിട്ടുണ്ട്. കാരണം മുത്തത്തിന്റെ രണഭൂമിയിൽ രണ്ട് കൈയും വെട്ടിമാറ്റിയിട്ടുണ്ട്. ആ രണ്ട് കൈയിന്റെ സ്ഥാനത്ത് രണ്ട് പച്ച ചിറകുകൾ അല്ലാഹു നൽകിയിട്ട് മലക്കുകളോടൊപ്പം പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിവരം മുഹദ്ദിസുകൾ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു അവരുടെ സ്ഥാനമാണ് പറഞ്ഞത്. അവർ സാധാരണ ആളുകൾ മരിച്ചുപോയതുപോലെയാണെന്ന് ധരിക്കരുത്. അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ സ്ഥാനം റബ്ബിന്റെ അടുക്കലാണ്. യുർസഖൂൻ, അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നു, സ്വർഗീയ പാനീയം നൽകപ്പെടുന്നു. ഫർഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് എന്തെല്ലാം നൽകിയോ അതുകൊണ്ട് അവർ അതീവ സന്തുഷ്ടരാണ്. വല്ലാത്ത സന്തോഷം. നമ്മുടെ ജീവിതമൊക്കെ ഭാഗ്യമായി പോയി. കുറഞ്ഞ കാലമേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഈമാനികമായ രംഗത്ത് പിറകോട്ട് നിൽക്കാതെ നല്ല രൂപത്തിൽ അടിയുറച്ചു നിന്നപ്പോ, സഹിക്കേണ്ടത് മുഴുവനും ഈമാനിന് വേണ്ടി സഹിച്ചപ്പോ, ത്യജിക്കേണ്ടത് മുഴുവനും ഈമാന് വേണ്ടി ത്യജിച്ചപ്പോ, ഉൾക്കൊള്ളേണ്ടത് മുഴുവനും ഈമാന് വേണ്ടി ഉൾക്കൊണ്ടപ്പോ ഫരിഹീന, അതീവ സന്തുഷ്ടരാണ്. സാദാ സന്തോഷത്തിന് ഫറഹ് എന്ന് പറയൂല, അതീവ സന്തുഷ്ടരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഇവർക്ക് നൽകിയത് കൊണ്ട് അവർ സന്തോഷിക്കുന്നു. ഇനി അവരിലേക്ക് വരാനുള്ള ആളുകളെ പറ്റിയും അവർക്ക് സന്തോഷമാണ്. അവരൊരു സന്തോഷം അവർ പറയുന്നുണ്ട് പരസ്പരം. അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നമ്മൾ ജീവിച്ചതുപോലെ ഈമാനിലായവർ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ചതുപോലെ അവർ രക്തസാക്ഷിത്വം വഹിക്കുകയാണെങ്കിൽ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഒന്നും അവർക്ക് ഭയപ്പെടാനില്ല. അവരുടെ പിൻകാല ജീവിതത്തെ കുറിച്ച് ദുഃഖിക്കാനും ഇല്ല. സന്തോഷത്തോടെ വരാം. സഹോദരങ്ങളെ, ഈമാനിന്റെ വിഷയത്തിൽ മുന്നിൽ നിന്ന മഹാന്മാരായ ശുഹദാക്കൾ അവർക്കെല്ലാ ഘട്ടങ്ങളിലും ആദരവാണ്. ആഖിറത്തിലെത്തിയാൽ മലക്കുകൾ പാട്ടും പാടി സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന വിഭാഗം ഹിസാബൊക്കെ നടക്കുന്നതിന്റെ മുമ്പ്, കിതാബുകൾ തന്നിട്ട് വിചാരണ നടത്തപ്പെടുന്നതിന്റെ മുമ്പ് ശുഹദാക്കളെ ആനയിക്കുന്നൊരു രൂപം ഹദീസിലുണ്ട്. സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. ശുഹദാക്കൾ ഹൈ പവറിലാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവർക്കെന്ത് കിതാബ് കൊടുക്കാനാണ്, എന്ത് വിചാരണ നടത്താനാണ്? അവരുടെ ജീവിതം തന്നെ ഈമാനിന്റെ മേഖലയിൽ സാക്ഷിയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ അവർ ഏറ്റുവാങ്ങിയോ, ഈമാനിന്റെ വിഷയത്തിൽ മുഴുവനും ആഖിറത്തിൽ സാക്ഷിയാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഉറച്ച രീതിയിൽ നിലനിൽക്കാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. കാലികമായതിന് വലിയ പ്രസക്തിയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസ്വാബിറൂ വറാബിതൂ. ഓ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള നമ്മളെ വിളിച്ച് അല്ലാഹു പറയുന്നു, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, നിങ്ങൾ നല്ലോണം ക്ഷമ കൈക്കൊള്ളണം. എന്തിലാ ക്ഷമ വേണ്ടത്? അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തന്ന ദീനുണ്ടല്ലോ, ദീനിന്റെ കാര്യത്തിൽ നല്ല ക്ഷമ വേണം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ തഫ്സീറാണ്, അല്ലാഹു പൊരുത്തപ്പെട്ട് തന്ന ദീനിനെ ക്ഷമയോടെ സ്വീകരിക്കണം. അല്ലാഹു പൊരുത്തപ്പെട്ട് തന്ന ദീന് ഒന്നേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം.
ഇസ്ലാം ദീനാണ് അല്ലാഹു പൊരുത്തപ്പെട്ട ദീന്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിയാൽ, അങ്ങനെ സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. പാരത്രിക ലോകത്തവൻ പരാജിതരിൽപ്പെട്ടവരാണ്, മഹാനഷ്ടം സംഭവിച്ചവരിൽപ്പെട്ടവരാണ്. അപ്പൊ അള്ള പൊരുത്തപ്പെട്ട് നൽകിയ ദീനില്ലേ, ആ ദീനിന്റെ മേൽ ക്ഷമ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിച്ച് മഹാനവറുകൾ പറയുന്നു, എന്തെങ്കിലും മറ്റൊരു സന്തോഷം കിട്ടുമ്പോ ദീന് കൈയൊഴിക്കാൻ പാടില്ല. ഫലാ യദഊഹു ലിസറാ വലാ ലിളറാ. ഒരു സന്തോഷം ദീനിന്റെ മേഖലയിൽ അല്ലാതെ കിട്ടുമ്പോ ദീൻ ഒഴിവാക്കിയിട്ട് മറ്റു മേഖലയിലേക്ക് പോകരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുന്യാവ് മുന്നിൽ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ക്ഷണിക്കുന്നു, ദീൻ ഒഴിവാക്കിയിട്ട് ദുന്യാവിന്റെ പുറകെ പോകരുത്. ദീനില്ലാത്ത ആളുകള് ഈ ദീന് പരിത്യജിച്ചു വന്നാൽ എന്തും തരാൻ തയ്യാറാണ്. ജീവിക്കാനല്ല, നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനല്ല, രണ്ടാം തലമുറക്കല്ല, 5 തലമുറക്കുള്ളതും അവർ തരാൻ തയ്യാറാണ്. പക്ഷേ അതൊരു സന്തോഷമെന്ന് കരുതിയിട്ട് ദീന് കഴിക്കാൻ പറ്റൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നീണ്ട ഒരു ചരിത്രമാണ്, ഞാനത് മൊത്തം വിശദീകരിക്കില്ല, അതിൽ ചെറിയൊരു ഭാഗം പറയട്ടെ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചെറിയ ഒരു ബഹിഷ്കരണം വന്നു. പങ്കെടുക്കാത്തതിന്റെ പേരിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വലിയൊരു ബഹിഷ്കരണം. തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ പോയില്ല. നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില ആൾക്കാർ അങ്ങനെ. ഇവിടെ തൃക്കരിപ്പൂര് നല്ലൊരു മജ്‌ലിസ് നടക്കുന്നുണ്ട്, വൈകുന്നേരം വരെ പോകാൻ കരുതി. ഇനിയിപ്പോ ഇന്നലെ നാളെ ഉണ്ടല്ലോ, നാളെ പോകാൻ കരുതി. സമാപനം തിങ്കളാഴ്ച ഉണ്ടല്ലോ, അന്നും പോകാൻ കരുതി. ഒറ്റ ദിവസം അയാൾ വന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ, അതിൽ വിട്ടുപോകാൻ പാടില്ല. അത് മടിയുടെ അങ്ങേ അറ്റാണ്. അങ്ങനെ തോന്നും, പോകാൻ തോന്നും, പക്ഷെ പോകൂല. നാളെ പോകാൻ തോന്നും, നാളെയും പോകൂല. സമാപനത്തിന് ഏതായാലും അങ്ങോട്ട് എത്താൻ തോന്നും, ഒന്നും പോകൂല. കാരണം ഈ 2 ദിവസം പോകാത്തതുകൊണ്ട് പിശാച് ഇബ്ലീസ് പറയും, ഇനി ലാസ്റ്റിന് നീ ഏതായാലും പോകണ്ട. കാരണം അന്ന് വലിയ വലിയ മഹാന്മാരൊക്കെ വരുന്നതാണ്. അന്ന് പോയിട്ട് നീ 2 ദിവസം കൂടി മുതലാക്കണ്ട, ഇന്നും പോകണ്ട എന്ന് പറയും. അപ്പൊ തുടക്കത്തിലെ മടി വന്നപ്പോ ബാക്കിയുള്ള മടി ഉണ്ടായി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകാന്ന് വിചാരിച്ച സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പോയാലും വേഗം എത്തും, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോയില്ല. മഹാനവറുകൾ മടിയായിട്ടൊന്നുമല്ല, കാരണം വ്യക്തമായി പറയാനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ കഅബേ നിങ്ങൾ പിന്തിയത്? കഅബ് നബിയെ, തങ്ങളല്ലാത്ത മറ്റൊരാളെ മുന്നിലാണ് ഞാൻ ഈ ഇരിക്കുന്നതെങ്കിൽ കൊണ്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തടി രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ തങ്ങളെ മുന്നിൽ വെച്ച് ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മാലി മിൻ ഉദുർ, ഒരു കാരണവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ വന്ന് കാരണം പറഞ്ഞു പോയിട്ടുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിഷയം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ബഹിഷ്കരണം. ആരും സലാം പറയരുത്, സലാം മടക്കരുത്, കൂട്ടുകൂടരുത്, സമ്പർക്കത്തിലാകരുത്. മനസ്സിലാക്കണം, ഇത് വലിയൊരു പരീക്ഷണമാണ്, ഈമാന്റെ പരീക്ഷണം. ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങാടിയിൽ നിൽക്കുമ്പോ കഅബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ച ഒരാൾ വരുന്നു. ആരാണ് ഈ കഅബ് ബിൻ മാലിക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാ, ആ നിൽക്കുന്ന ആളാണ്. നിങ്ങളാണോ കഅബ് ബിൻ മാലിക്? അതെ, ഞാനാണ്. എന്തേ? നിങ്ങൾക്കൊരു കത്തുണ്ട്, കത്ത് തരാൻ വേണ്ടി വന്നതാണ്. ആരുടേതാ കത്ത്? മലിക് ഗസ്സാൻ രാജാവിന്റെ. ഗൈനാട്ടോ, ഗസ്സാനല്ല, ഗസ്സാൻ രാജാവിന്റെ കത്ത്. ഗസ്സാൻ രാജാവിന്റെ കത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒന്ന് തുറന്നു വായിച്ചു നോക്കിയപ്പോ അതിലെന്താ ഉള്ളതെന്നറിയോ? നിങ്ങളെ നേതാവ് ഏതായാലും നിങ്ങൾ ഒഴിവാക്കിയില്ലേ, നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് പോരി, എല്ലാ സുഖസൗകര്യങ്ങളും തരാം.
നിങ്ങൾ കുറെ കാലമായില്ല സുന്നത്ത് ജമാഅത്തിനോട് പ്രവർത്തിക്കണം, നിങ്ങൾക്ക് വീട് കിട്ടിയോ? നിങ്ങൾക്ക് വീട് തരാം, പറമ്പ് തരാം, പിന്നെന്താ വേണ്ടത്? പൊന്നും തരാം. പെണ്ണ് വേണോ? പെണ്ണും തരാം. ഇങ്ങോട്ട് പോരെ. ക്ഷണിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ നല്ലോണം ആലോചിക്കണം. ഈമാൻ ദുർബലപ്പെട്ട ആളുകൾ പറയും 10-35 കൊല്ലം ഞാൻ അവരെ കൂടെ പ്രവർത്തിച്ച് എനിക്ക് കാര്യമായിട്ട് പുരോഗതിയൊന്നും കിട്ടിയില്ല. ഈ പുരോഗതിയാണ് ആദ്യം ലക്ഷ്യമാക്കിയത്, അതുകൊണ്ടാണ് അള്ളാഹു തരാതിരുന്നത്. ദീനിന്റെ ഖിദ്മത്തല്ല ലക്ഷ്യമാക്കിയത്, പുരോഗതിയാണ് ലക്ഷ്യമാക്കിയത്, അതുകൊണ്ടാണ് അള്ളാഹു തരാതിരുന്നത്. ദീനിന്റെ ഖിദ്മത്താണോ ലക്ഷ്യമാക്കിയിരുന്നത്, മറ്റേതറിയാതെ അള്ളാഹു തന്നിരുന്നു, ബറക്കത്ത് ഇഷ്ടം പോലെ തന്നിരുന്നു. ലക്ഷ്യം ആദ്യം ശരിയാകാത്തത് കൊണ്ട് നിന്നെ ഒന്ന് പരീക്ഷണം എന്ന് അള്ളാഹു തീരുമാനിച്ചു. ആ പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോകുന്ന പലരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് ദുന്യാവ് വരും, ദുന്യാവിന്റെ ആൾക്കാർ വരും ദീൻ ഒഴിവാക്കാൻ വേണ്ടി. കഅബ് മാലിക് റളിയല്ലാഹു അൻഹു കത്തിങ്ങനെ വായിച്ചു നോക്കി. സഹോദരങ്ങളെ, കത്ത് കണ്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, വഹാദാ അയ്ളം മിനൽ ബലാ, ഇതും മറ്റൊരു പരീക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ട് മറ്റൊരു രാജാവിനെ സ്വീകരിക്കുകയോ, തങ്ങളുടെ മദീന വിട്ട് മറ്റൊരു രാജാവിന്റെ കേന്ദ്രത്തിൽ പോയി അഭയം തേടുകയോ, കത്ത് വലിച്ചങ്ങ് കീറിയിട്ട് അടുപ്പിലേക്കിട്ടു. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു, യുസ്ബിറൂ, ദീനിനെ നല്ല ക്ഷമയോടെ കൊണ്ട് നടക്കണേ. എന്ത് സന്തോഷം വന്നാലും ദീന് കൈയൊഴിക്കരുത്. എന്റെ തഫ്സീറല്ല, ഹസനുൽ ബസ്രി തങ്ങൾ പഠിപ്പിക്കുന്ന തഫ്സീറാണ്. ഫലാ യദഊഹു ലിസറാ, സന്തോഷം വരുമ്പോ ദീന് കൈയൊഴിക്കരുത്. വലാ ലിളറാ, ബുദ്ധിമുട്ട് വരുമ്പോഴും ദീന് കൈയൊഴിക്കരുത്. ഒരു ബുദ്ധിമുട്ട് വന്നു, പലരോടും നീ സഹായം ചോദിച്ചു, ആരും നിന്നെ സഹായിച്ചില്ല എന്ന് കരുതിക്കോ, എന്നാലും ദീന് വിട്ടേക്കരുത്. കാരണം ദീന് നിനക്ക് നൽകിയത് സൃഷ്ടികളിൽ ഒരാളും അല്ല. നിന്നെ ദീനിന്റെ ഒരു മെമ്പറായി തെരഞ്ഞെടുത്തത് ഒരു സൃഷ്ടിയും അല്ല, സ്രഷ്ടാവായ റബ്ബ് തആലയാണ്. റബ്ബാണ് നിന്നെ ദീനിന്റെ ഒരു മെമ്പറായി തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് സൃഷ്ടികൾ ആര് നിന്നോട് എതിർത്താലും, ആര് നിന്നെ പരിക്കേൽപ്പിച്ചാലും, ആരെത്ര ബുദ്ധിമുട്ടാക്കിയാലും ദീന് കൈയൊഴിക്കാൻ പാടില്ല. വലാലി ശിദ്ദത്തിൻ വലാലി റഖാ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നു, നിന്നോട് പറയുന്നു ദീനിൽ നിന്ന് മാറിയെങ്കിലേ നിനക്ക് മോചനമുള്ളൂ, മാറിപ്പോകരുത്. കൊണ്ട് നല്ലോണം മുന്നോട്ട് പോകണം. മറ്റൊരു സന്തോഷം ലഭിക്കുകയാണ്, പക്ഷേ അത് മുസ്ലിമിന്റെ മേൽവിലാസത്തിൽ കിട്ടൂല. മറ്റൊരു സന്തോഷമുണ്ട്, അത് ദുനിയാവിന്റെ സ്ഥാനമാണ്. അല്ലെങ്കിലോ നിനക്ക് ഏറ്റവും വലിയ ഹൈ പവറായ ഡ്യൂട്ടിയാണ്, ജോലിയാണ്. പക്ഷേ മുസ്ലിമിന്റെ മേൽവിലാസത്തിൽ അത് കിട്ടൂല. എത്രയാലും നീ ശ്രമിച്ചു നോക്കിയാൽ അതിലേക്ക് എത്താൻ പറ്റൂല. കാരണം അതിലേക്ക് എത്തിപ്പെടുന്ന ആളുകളൊക്കെ ഇസ്ലാമേതര കക്ഷികളാണ്. അവർ സ്വീകരിച്ചോട്ടെ, നിനക്ക് അവരോട് എതിർപ്പ് വേണ്ട. അവർ പോകുന്നോണ്ട് നിനക്ക് വിരോധം വേണ്ട, നീ അത് തടയാനും പോകണ്ട. പക്ഷേ നിന്റെ ഇസ്ലാം ഊരി വെച്ചിട്ട് നീ ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ പോകണ്ട. ഹത്താ യമൂതു മുസ്ലിമീൻ, മുസ്ലിങ്ങളായി മരിക്കുന്നത് വരെ ദീന് കൈയൊഴിക്കാൻ പാടില്ല. ഒരിക്കലും ദീന് വിട്ടു പോകാൻ പാടില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ചെറിയ ജ്ഞാനം വെച്ചുള്ള ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അളക്കരുത്. അള്ളാഹു ചെയ്യുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അളക്കരുത്. കാരണം നമ്മുടെ ബുദ്ധി ചെറിയ ബുദ്ധിയാണ്. ഈ ദൃഷ്ടാന്തങ്ങളുടെ വിവരങ്ങൾ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മഹാരഥന്മാർ അവര് വിവരിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് അംഗീകരിച്ചാൽ മതി. ദൃഷ്ടാന്തങ്ങൾ വരുമ്പോ, അടയാളങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോ, സന്തോഷങ്ങൾ വരുമ്പോ അള്ളാഹു എന്താണ് ഇവിടെ സമീപിക്കുന്നത് എന്നുള്ള സമീപനത്തെ കുറിച്ച് നല്ല ബുദ്ധിമതികളായ മഹാന്മാര്, മഹത്തുക്കൾ, പണ്ഡിതന്മാര് അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതി. അല്പജ്ഞാനം കൊണ്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ, അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട്.
ആളുകളുണ്ട്. അവരുടെ പേരുകളാണ് യുക്തിവാദികൾ, നിർമ്മിതവാദികൾ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയാം. അവർക്ക് കാര്യമായി ചോദ്യം ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ചില വിഷയങ്ങളാണ്. ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ ഇൽമ് തീരെ ഇല്ല. ഇൽമുള്ളവരാണെങ്കിലോ അവർ ചോദ്യം ചെയ്യൂല. അറിവ് യഥാർത്ഥത്തിലുള്ള ആളുകളാണെങ്കിൽ ചോദ്യം ചെയ്യൂല. അറിവില്ലാത്തതിന്റെ പേരിലാണ് അവരങ്ങനെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ചോദ്യം കേട്ടിട്ട് ശരിയാണ് എന്ന് നമ്മളും ചിന്തിച്ചു പോയാൽ നമ്മളും അവരെ കൂട്ടത്തിൽപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല സബർ വേണം. ഇസ്ബിറൂ, നിങ്ങൾ നല്ല ക്ഷമ പാലിക്കണം. രണ്ടാമത് പറയുന്നത് വസാബിറൂ. ഞാൻ വിശദീകരിക്കാം. ഇസ്ബിറൂ സാബിറൂ രണ്ടും ഒന്നല്ല. ഇസ്ബിറൂ, നിങ്ങൾ സ്വന്തത്തിൽ ക്ഷമ പാലിക്കണം. വസാബിറൂ, ക്ഷമയിൽ മറ്റുള്ളവരോട് സഹകരണം നൽകണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമ സ്വീകരിക്കണം. മറ്റുള്ളവരോട് ക്ഷമാപൂർവം വർത്തിക്കണം. കാരണം ആ പ്രയോഗത്തിൽ തന്നെ അറിയാം അത് സ്വന്തത്തിലുള്ളതല്ലാന്ന്. മുതഅല്ലിമീങ്ങൾക്കൊക്കെ വേഗം മനസ്സിലാകും. ഇസ്ബിറു എന്ന് പറഞ്ഞാലും സ്വാബിറു എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. കാരണം സ്വാബിറു എന്നുള്ളത് മുസാബറത്താണ്, അതിനൊരാൾ പോരാ. മുഫാലത്ത് വസിനാണ്, രണ്ടാൾ വേണം. മുഖാത്തലത്ത് എന്ന് പറയുമല്ലോ സാധാരണ ഏറ്റുമുട്ടൽ, ഒരാളുണ്ടായ ഏറ്റുമുട്ടൽ നടക്കൂല. മുഫാലത്ത് എന്ന് പറയും ഒരാളുണ്ടായാൽ നടക്കൂല, രണ്ടാൾ വേണം. അപ്പൊ സഹോദരങ്ങളെ, മറ്റുള്ളവരോട് ക്ഷമ പാലിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ വരുന്നുണ്ട്. ആ ക്ഷമയിൽ സ്വീകരിക്കണം. മൂന്നാമതായൊരു വിഷയം അല്ലാഹു കൽപ്പിക്കുന്നത് വറാബിതു, നല്ല സന്നദ്ധതയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നല്ല സജ്ജീകരണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സന്നദ്ധതയും സജ്ജീകരണവും ഈ ക്ഷമയും മറ്റുമൊക്കെ ശരിക്കങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ്, പ്രതിരോധത്തിന്റെ മാർഗമാണ്. ഇസ്ബിറു വസ്വാബിറു വറാബിതു, അത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ തഖ്വയുടെ മാർഗമാണ് ഇത് മൂന്നും. ആ തഖ്വയിൽ തന്നെ ഉറച്ചു മുന്നോട്ട് നീങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായി തീരാൻ വേണ്ടി. മറ്റു പല ഭാഷകളിലും ഈ ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര്, പണ്ഡിതന്മാര് പഠിപ്പിച്ചു, മനുഷ്യന്റെ അവസ്ഥകൾ മൊത്തത്തിൽ രണ്ട് വിധമാണ്. ഒന്ന്, മനുഷ്യൻ ഒറ്റക്ക് ബന്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായി അവനോട് മാത്രം ബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്. മറ്റൊന്ന് മറ്റുള്ളവരോട് കൂടെ പങ്കാകുന്ന ചില വിഷയങ്ങളും ഉണ്ട്. ഒറ്റക്ക് അവനുമായി വ്യക്തിപരമായി ബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട്, അതും മനുഷ്യൻ ക്ലിയർ ആക്കണം. മറ്റുള്ളവരുമായി ബന്ധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതിലും റെഡിയാകണം. രണ്ട് വിഷയങ്ങളും അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞതാണ് ഇസ്ബിറു, സ്വന്തത്തിൽ നന്നായി ക്ഷമ പാലിക്കണം. എന്തിനൊക്കെ ക്ഷമ വേണ്ടത്? കുറച്ച് കാര്യങ്ങൾ എണ്ണിയ തീരൂല. ഒന്നാമതായി അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിലാക്കുന്നതിൽ, തെളിവുകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതിൽ ക്ഷമയോടുകൂടെ നല്ല പഠനം നടത്തണം. നീതിയോടുകൂടെ നുബുവത്ത് ഉൾക്കൊള്ളുന്നതിൽ, പരലോകം ഉൾക്കൊള്ളുന്നതിൽ ഒരുപാട് തെളിവുകൾ അള്ളാഹുവിടെ വെച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ നല്ല സ്വബർ വേണം, ക്ഷമ വേണം. എത്ര കാലങ്ങളാ മഹാന്മാരത് പഠിച്ചു വെച്ചത്. അവർ പഠിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ഈ ചെറിയ കാലത്തെ പഠനം കൊണ്ടൊന്നും എവിടെ എത്തൂല. ഉദാഹരണമായി പറയാ, വലിയൊരു മഹാനാണല്ലോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്. ചെറിയ മഹാനല്ലല്ലോ. എത്ര കൊല്ലം പഠിച്ചു? 18ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ദർസ് പഠിക്കാൻ പോയിട്ട് എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം പഠിച്ചു. അവരെ ഇൽമു നമുക്കുണ്ടാ? അവരെ ഇൽമിലേക്ക് നമ്മൾ ആയുഷ്കാലം മൊത്തം സഞ്ചരിച്ചാൽ എത്തുവോ? ഇത് എനിക്ക് വേണമെന്നില്ല ഈ സാധനം. ഇതില്ലാതിരിക്കും നിങ്ങൾക്ക് സുഖല്ലേ? അതാണ്. എന്താ അപ്പൊ അള്ളാഹുവിൻ്റെ
തൗഹീദ് കൂട്ടത്തിൽ വലിയ ഒരു തെളിവാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് സഹോദരങ്ങളെ. തൗഹീദ് മനസ്സിലാക്കാൻ, എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞു, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ നിങ്ങൾ അംഗീകരിക്കുക, അവന്റെ ഏകത്വം വിശ്വസിക്കുക. ആരാ സൃഷ്ടിച്ചത്? ആരാ പരിപാലിക്കുന്നത്? ഇതിന് മറ്റൊരു ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല. ആരാ നിന്നെ സൃഷ്ടിച്ചത്? ആരാ നിന്നെ പരിപാലിക്കുന്നത്? ഉമ്മയാണ് ഉപ്പയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ബാപ്പക്കും ഉമ്മക്കും പരിപാലനത്തിന്റെ കൈവത്തുന്നതിന്റെ മുമ്പ് തന്നെ സൃഷ്ടികർമ്മം തുടങ്ങിയിട്ടുണ്ട്. അവിടെയും നടക്കുന്നുണ്ട് പരിപാലനം. അത് ചെറിയ പരിപാലനമല്ല. ഒരു ഉമ്മയാണോ സഹോദരങ്ങളെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ 10 മാസക്കാലം പരിപാലനം നടത്തുന്നത്? ആ കുട്ടിക്ക് പുറത്തു വന്നാൽ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത് മറ്റൊരു വഴിക്ക്. ആ കുട്ടി സുരക്ഷിതമായ രൂപത്തിൽ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ഭക്ഷണം കൊടുക്കുന്നത് മറ്റൊരു വഴിക്ക്. റബ്ബിന്റെ തർബിയത്ത് എത്ര വലുതാണ്! പുറത്തു വന്നപ്പോൾ പിന്നെ ആ റൂട്ട് ആവശ്യമില്ല, അതങ്ങ് ഛേദിച്ച് കളയുന്നു. എന്നാലും ഒരടയാളം ബാക്കിയുണ്ട്. എന്തിനാ അടയാളം ബാക്കി വെച്ചത്? ഖാലിഖായ റബ്ബിനെ മനസ്സിലാക്കാനാണ്. എല്ലാവരിലും ഇല്ലേ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു അടയാളം? ആ അടയാളം മായ്ക്കപ്പെടാൻ പറ്റുമോ? ആ അടയാളത്തിന്റെ ഒരു ബാക്കി അവിടെ കിടക്കുന്നില്ലേ? എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചു? പുറത്ത് ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോ വെള്ളം കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത് മറ്റൊരു മാർഗത്തിലൂടെ. എന്നിട്ട് എത്രമാത്രം വലിയ വളർച്ചയാ കൊടുക്കുന്നത്! ആ കുട്ടി ഓരോ ഘട്ടത്തിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോ ഇപ്പോൾ കുട്ടിയതാ ചെരിയാനും മറിയാനും തുടങ്ങിയിട്ടുണ്ട്. ഉമ്മയാണോ കുട്ടിയെ ചെരിച്ചും മറിച്ചും കിടത്തുന്നത്? അല്ല. പിന്നൊരു ദിവസം നോക്കുമ്പോ ഉമ്മ കാണുന്നത് കുട്ടി ഇങ്ങനെ കവിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ തലവൊക്കാൻ നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഒന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇരുത്തത്തിൽ ആട്ടം വരുന്നുണ്ട്, ഉറച്ചിട്ടില്ല, ആടുന്നുണ്ട്, എന്നാലും പതുക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചില ഭാഗങ്ങളിലൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ 1, 2, 3 അടി വെച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ ഏതാ സ്പീഡിലൊന്നും നടക്കാനായിട്ടില്ല, എന്നാലും പതിയെ പതിയെ നടക്കുന്നുണ്ട്. ബാപ്പയും ഉമ്മക്കും ഇവിടെ എന്ത് റോളാ സഹോദരങ്ങളെ ഉള്ളത്? ആ കുട്ടിയങ്ങ് 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്ക് ഈ ബാപ്പയും ഉമ്മയും പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു വിധത്തിലേക്ക് ആ കുട്ടിയെ വളർത്തുന്നത്, ഉയർത്തുന്നത് ആരാണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ സൃഷ്ടികർമ്മം നടത്തി പരിപാലിക്കുന്നവനെ വിശ്വസിക്കണം. അത് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ല. ആരാണ് സൃഷ്ടികർമ്മം തന്നത്? ആരാണ് നിനക്ക് സംരക്ഷണവും പരിപാലനവും തന്നത്? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. സഹോദരങ്ങളെ, അല്ലാഹു ആഖിറമുണ്ടെന്നതിന് തെളിവായി വെച്ചത്, പരലോക ജീവിതമുണ്ടെന്നതിന് തെളിവായി വെച്ച ഖുർആനിൽ പലയിടങ്ങളിലും എണ്ണി പറഞ്ഞൊരു തെളിവാണല്ലോ മഴയും മഴ കൊണ്ട് ഉണ്ടായിത്തീരുന്ന പുരോഗതികളും. തരിശു ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്നു. ആ മഴ വർഷിച്ചിട്ട് കുറച്ചുകൂടി ദിവസം കഴിയുമ്പോ ഒരു കർഷകനും അങ്ങോട്ട് ചെല്ലുന്നില്ല. നല്ല പുല്ലവിടെ മുളച്ചു വരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുൽമേടായി മാറുന്നു. 2-3 ദിവസം മുമ്പ് കുട്ടികൾ കളിച്ചിരുന്ന നല്ലൊരു കളി ഗ്രൗണ്ടാണത്. ഒരൊറ്റ ഉണങ്ങിയ പുല്ലോ മറ്റോ ഒന്നും അവിടെ കാണാനില്ല. ക്ലീനായി കിടക്കുന്ന സ്ഥലമാണ്. അവരങ്ങനെ കളിച്ചിട്ട് അവിടൊക്കെ നല്ലോണം വട്ടമായിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. മഴ പെയ്തിട്ടൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കാണാൻ നല്ല പച്ചപ്പുള്ള സ്ഥലമായി. കദാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തദക്കറൂൻ. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ വന്നിട്ട് ഒന്നുമില്ലാത്ത തരിശു ഭൂമിയില് എല്ലാ തരം വെള്ളവും വളവും ഒക്കെ എല്ലാവരും ഒഴിച്ചു കൊടുക്കാതെ തന്നെ മഴ പെയ്തിട്ട് ഈ പുല്ലൊക്കെ മുളച്ച്, സസ്യങ്ങൾ മുളച്ച്, പലതും മുളച്ചില്ലേ? അപ്രകാരം നുഖ്രിജുൽ മൗതാ, മരിച്ചവരെ നാം പുറത്തു കൊണ്ടുവരും. ലഅല്ല
ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കാനാണ്, ഓർമ്മിക്കാനാണ് ഇടക്കിടക്ക് ഇങ്ങനെ മഴ തരുന്നത്, ഇടക്കിടക്ക് ആ മഴ കൊണ്ട് മുളപ്പിക്കുന്നത്. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത വലിയൊരു തെളിവാണ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ എത്രമാത്രം തെളിവുകളാണ് അല്ലാഹു വെച്ചത്. പ്രാപഞ്ചിക ലോകത്ത് എത്രമാത്രം തെളിവുകളാണ് വെച്ചത്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അതേ, ഫിൽ ആഫാഖ്, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ. ഇതേതാ ജില്ല? കാസർഗോഡ് ജില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ കണ്ണൂർ ജില്ലയിൽ ഒരു ചുവന്ന മഴ പെയ്തത് അല്ലേ? പരിശോധന റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്ത് പരിശോധിക്കാനാ? അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരൂര് ഭാഗത്ത് മത്സ്യമഴ പെയ്തു. മുകളിൽ നിന്ന് ഇങ്ങനെ മത്സ്യം വന്ന് വീഴന്നെ വെള്ളത്തിന്റെ കൂടെ. അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഏതെല്ലാം തരത്തിൽ വെളിവായി കൊടുക്കും. കൽമഴ വർഷിച്ചിട്ടില്ലേ? ഇനിയും വർഷിക്കും കൽമഴ. കൽമഴ വർഷിക്കുമ്പോ ഒരു ഭാഗത്ത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നതിന്റെ കൂടെ ചെറിയ ചെറിയ കല്ലുകൾ വീഴും. പക്ഷെ ആ കല്ല് ശരീരത്തിലെത്തിയാൽ എവിടെ എത്തുന്നോ അവിടെ അത് ഓട്ടയായി ഉരുകി ഇപ്പുറത്തേക്ക് വരും. അത് സാധാ കല്ലല്ല, പെറുക്കിയെടുത്ത് കീശയിൽ കൊണ്ടാൻ പറ്റുന്ന കല്ലല്ല. അത് അല്ലാഹു തആല തരുന്ന വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ്. ആർക്ക് തടഞ്ഞു നിർത്താൻ കഴിയും? പോകട്ടെ, കാറ്റിനെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടാവും? ഇവിടെ കാറ്റടിച്ച് വീശുമ്പോൾ ഒരാൾ വന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാണ്, കാറ്റ് ശക്തമായി അടിച്ചു വീശുകയാണെങ്കിൽ മുകളിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, തൽക്കാലം ആ വിമാനം അങ്ങോട്ട് പോട്ടെ, നെടുമ്പാശ്ശേരിയിലേക്ക്. അവിടെ എത്തുമ്പോൾ അവിടെ ഈ സ്ഥിതി അതാണ്. മൂടൽ മഞ്ഞും മഴയാണ്, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പോകട്ടെ, അപ്പുറത്ത് തിരുവനന്തപുരത്തേക്ക്. എന്ത് പ്രതിരോധത്തിന്റെ ശക്തിയാ മനുഷ്യരിലുള്ളത്? ഉപകരണങ്ങളിലുള്ളത് എന്താണ്? മഴയെ നിയന്ത്രിക്കാൻ, വെള്ളത്തെ നിയന്ത്രിക്കാൻ എന്ത് ഉപകരണങ്ങളാ ഉള്ളത്? പൊട്ടി ഒഴുകി വരുന്ന വെള്ളത്തെ എന്തുകൊണ്ടാ മനുഷ്യന് തടുത്തു നിർത്താൻ കഴിയുന്നത്? ഒഴിവാകാനല്ലേ നേരത്തെ സിഗ്നൽ കൊടുക്കുന്നത്? തടുത്തു നിർത്താനുള്ള വല്ല ഉപകരണവും കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു മലയെങ്ങാനും പൊട്ടിയിട്ട് വെള്ളം ഇങ്ങോട്ടൊഴുകിയാൽ തടഞ്ഞു നിർത്താൻ എന്ത് ഉപകരണങ്ങളാ മനുഷ്യന്റെ കയ്യിലുള്ളത്? സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തരുന്ന അടയാളങ്ങളിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അത് അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പഠിക്കാനാണ്, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. നല്ല ക്ഷമാപൂർവം പഠിക്കേണ്ട വിഷയം അതാണ്. നിങ്ങൾ നോക്ക്, ലോകത്ത് മുഴുവനുമുള്ള ആളുകൾ ഒരേ രൂപത്തിൽ നിശ്ചലാവസ്ഥയിലായില്ലേ? ഇന്നും കണ്ടെത്തിയിട്ടുണ്ടോ സുഗമമായൊരു മരുന്ന്? നിശ്ചലാവസ്ഥയിലായില്ലേ? ഇപ്പോഴല്ല, അതിന് കുറെ മുമ്പ് പഴയ കാലത്ത് നാടുകളിലൊക്കെ വസൂരി പടർന്നു പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ആ വസൂരിയും വബാവും ത്വാഊനൊക്കെ നീങ്ങാൻ മങ്കൂസ് മൗലിദാണെന്നൊക്കെ എല്ലാവരും ആശ്രയിച്ചത്. എന്ത് മരുന്നാ നിർദ്ദേശിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളിലൂടെ കാണിച്ചിരുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വലിയ ദൃഷ്ടാന്തങ്ങളല്ലേ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തുറന്നു കിടക്കുന്ന അവയവങ്ങൾ പലതും ഉണ്ട്. പക്ഷേ ഒരൊറ്റ അവയവത്തിന്റെ ഉള്ളിലൂടെയും ഒരു ഉറുമ്പിനങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ കഴിയൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടൊക്കെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. മൂക്ക് നോക്കൂ, മൂക്കിന്റെ ഉള്ളിലേക്ക് ഒരു ഉറുമ്പിന് സുഖമായി കയറി പോകാൻ പറ്റുമോ? അല്ല. കണ്ണിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമോ? ചിലരൊക്കെ കണ്ണ് തുറന്നു കിടക്കും. കാതിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുകയാണ്, ഉറങ്ങുന്ന സമയത്ത് ഒരു ഉറുമ്പ് വന്ന് ഉമിനീര് തട്ടിയിട്ട് നാവിലൂടെ എത്ര പെട്ടെന്നാ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഉണർവെത്തുന്നത്. ആ ഉറക്കത്തിൽ തന്നെ തുപ്പിക്കളയുന്നു. അപ്പൊ അടുത്ത് കിടക്കുന്ന അയാൾ ഉറങ്ങിയിട്ടില്ല.
എന്താ ഇയാളിങ്ങനെ മനുഷ്യന്റെ മേത്തേക്ക് തുപ്പുന്ന്? അപ്പൊ അയാൾ വിളിച്ചു നോക്കി, എന്താ നിങ്ങളിങ്ങനെ തുപ്പുന്ന്? നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്കാണ് തുപ്പിയത്. അല്ല, എന്തോന്ന് എൻ്റെ നാവിൽ വന്നൊന്നിങ്ങനെ ഒരു നരിച്ചതുപോലെ തോന്നി. തുപ്പിയ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ശരിയാണ് ഒരു ഈച്ച. കണ്ടാ, ഇയാള് വിളിച്ചിട്ടാണ് മറ്റാൾ ഉണർന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ, പ്രതിരോധങ്ങളൊക്കെ നടക്കുന്നു അല്ലെ? മൂട്ട കടിക്കുമ്പോ, കൊതുക് കടിക്കുമ്പോഴൊക്കെ ആ ടൈമിൽ തന്നെ അതിൽ തടയുന്ന കണ്ടില്ലേ? പക്ഷെ ആ തടവുന്നത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിടുന്നത് കൊണ്ടോ ഉറക്കിന് യാതൊരു തകരാറില്ല. അതങ്ങനെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എത്രമാത്രം തെളിവുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. പ്രാപഞ്ചിക ലോകത്ത് എത്ര തെളിവുകൾ വെച്ചിട്ടുണ്ട്. പഠിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും തെളിവുകളുണ്ട്. അപ്പൊ ആ തെളിവുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല ക്ഷമ വേണം. ക്ഷമാപൂർവം വീണ്ടും വീണ്ടും പഠിക്കണം. ആശങ്കയുള്ള ആളുകൾക്ക് പഠിക്കലാണ് വലിയ മരുന്ന്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് സഹോദരങ്ങളെ ചെറിയ പക്ഷികൾ, ആ പക്ഷികളുടെ പക്കൽ ഒരു വലിയ സൈന്യത്തെ നശിപ്പിക്കാനുള്ള നല്ല ചുട്ടുപഴുത്ത കല്ല് എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചു കൊടുത്തയച്ചത്? ഒരു പക്ഷിയുടെ പക്കൽ 3 കല്ലുകളാണ്. വഅർസല അലൈഹിം തുയറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഓരോ പക്ഷിക്കും തിരിച്ചറിവുണ്ട്, ഇന്ന ആളെ എറിയണം. ആരാത് പഠിപ്പിച്ചു കൊടുത്ത്? ആളെ മാറി എറിയൂല. അതുകൊണ്ടാണ് അന്ന് പോയ അബ്രഹത്ത് രാജാവിന്റെ മന്ത്രിമാരിൽ ഒരാളാണ് അബൂ യക്സൂം. അബൂ യക്സൂം എന്ന് പറയുന്ന മന്ത്രി ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ പേടിച്ച് ആനയെ തിരിച്ച് നേരെ ഹബശയിലേക്ക് പോയി, നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. അബൂ യക്സൂം കൊട്ടാരത്തിലേക്ക് പോകുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഒരു പക്ഷി അബൂ യക്സൂമിനെ വട്ടമിട്ടങ്ങനെ പറന്നു പോകുന്നു. കാരണം ആ പക്ഷിക്കുള്ള നിർദ്ദേശം അബൂ യക്സൂമിന് എറിയണം എന്നാണ്. വേറെ ആരും എറിയില്ല. ഈ തിരിച്ചറിവ് എവിടുന്ന് കിട്ടി? ഇത്രയും ഈ നല്ല കൂടുതൽ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും പറ്റുന്ന ഈ കല്ലുകൾ, അത് ഈ പക്ഷികളുടെ കൊക്കിലും അതിന്റെ പിടുത്തത്തിലൊക്കെ എങ്ങനെ പിടിച്ചു, എങ്ങനെ വന്നു? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത് എത്തിയാൽ എത്തുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഉരുകി പുറത്തേക്ക് വരികയാണ്. മൂർദാവിലെത്തിയാൽ മൂർദാവൊന്ന് ഉരുകി, അതിന്റെ ഉൾഭാഗത്തുരുകി, പള്ളയിൽ നിന്ന് ഉരുകി, അങ്ങനെ പിൻഭാഗത്തിലൂടെയും പരതിലൂടെയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത്ര ഗൗരവമുള്ള ഒരു കല്ല് എങ്ങനെ ആ പക്ഷികളുടെ കയ്യിലെത്തി? നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. യമനിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തും വരെ എന്തെല്ലാം സംഭവിച്ചോ, അല്ലാതെ ചരിത്രം എവിടുന്നാ കിട്ടിയത്, ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിയപ്പോ, മുറ്റത്തെത്തിയപ്പോ പക്ഷി കറക്റ്റിനെറിഞ്ഞു, തലയിൽ വന്ന് വീണു, അയാൾ പടഞ്ഞു. കൊട്ടാര മുറ്റത്ത് അയാൾ മരിച്ചു. നമ്മൾ ആലോചിക്കണം, എത്രമാത്രം തെളിവുകളുണ്ട്. പഠിക്കാനും ചിന്തിക്കാനും എന്തെല്ലാമുണ്ട്. അറിവ് കുറഞ്ഞ ആളുകൾ നല്ല ക്ഷമയോടെ പഠിക്കണം, സുദീർഘമായി പഠിക്കണം. ഖാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പഠിക്കാൻ നല്ല സബർ വേണം. സബറില്ലെങ്കിൽ ഇൽമു കിട്ടൂല. നല്ല ക്ഷമ വേണം. ഒന്നാമതായി പറഞ്ഞത് അതാണ്. അയ്യസ്ബിറ അലാ മശഖത്തിൻ നദ്രി വൽ ഇസ്തിദ്ലാലി ഫീ മാരിഫത്തി തൗഹീദി വൽ അദ്ലി വൻ നുബുവത്തി വൽ മആദ്. പരലോക സംബന്ധിയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തുമായും അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാൻ നല്ല ക്ഷമ വേണം. ക്ഷമയോടെ ഇരുന്ന് പഠിക്കണം. ഒരു വിഷയം പഠിക്കുമ്പോൾ മറ്റൊന്ന് പഠിക്കണം, അത് പഠിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ളത് പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ നല്ല ക്ഷമ വേണം. പഠിക്കാൻ നല്ല ക്ഷമ വേണം എന്നുള്ളതല്ലേ വെള്ളിയാഴ്ച നമ്മളും ഓതുന്ന ആയത്തിൽ എല്ലാവരും പഠിക്കുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് തകരാറൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ട് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ചോദിക്കരുത്.
നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നാൽ നല്ല ക്ഷമ വേണ്ടി വരും. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അസീ ലക അംറാ. ഞാൻ പഠിക്കാൻ ഞങ്ങളെ കൂടെ വരുന്നത്. എന്നാ ഒറ്റ നിബന്ധനയുള്ളൂ, നല്ല ക്ഷമാപൂർവ്വം കൂടെ വരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കുറച്ചുകൂടി ക്ഷമിച്ച് ഖദർ അലൈഹി സ്വലാമിൻ്റെ കൂടെ നടന്നിരുന്നുവെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറ മനസ്സിലാക്കാമായിരുന്നു. ഒരുപാട് ഇനിയും കണ്ടതിനേക്കാളും ധാരാളം ഇനിയും കാണാമായിരുന്നു. ഒരൊറ്റ നിബന്ധനയല്ലേ അവിടെ വെച്ചത്? സുബ്റാണത്. ഇമാമിങ്ങൾക്ക് മുഴുവനും ഇൽമ അല്ലാഹു നൽകിയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, സുബ്ർ കൊണ്ടാണ്, ക്ഷമ കൊണ്ടാണ്. വലിയ ഇമാമല്ലേ അല്ലാമ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. നല്ല സുബ്റിലായിട്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിച്ചത്. ചെറിയ സുബ്റൊന്നല്ല, അത്ര സുബ്ർ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. ദാരിദ്ര്യത്തിന്റെ ആയക്കഴത്തിൽ മുങ്ങിപ്പടിച്ച മഹാനാണ് ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു. പക്ഷെ ആ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് അനുഭവിക്കുമ്പോഴും നല്ല ക്ഷമയോടെ പഠിച്ചെടുത്തു. ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായി ഇവിടെ എന്തിനാ പഠിക്കുന്നത്, ഇതൊക്കെ നിർത്തിയിട്ട് ജോലിക്ക് പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചില്ല. എന്നിട്ടൊന്ന് അടിപൊളിയായി ജീവിക്കട്ടെ ചിന്തിച്ചില്ല. സുബ്റോടെ പഠിച്ചു. അതിന് നല്ല പിന്തുണയേകി ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉപ്പമാരാണ് പിന്തുണ നൽകേണ്ടത്. ഞാനിനി പഠിക്കാൻ പോകുന്നില്ല, ഞാൻ വല്ല തൊഴിലിനും പോകാം. എന്നായിക്കോട്ടെ, കിട്ടിയ ഒരു 500 റുപ്യ ഒന്നും കിട്ടുമല്ലോ, എന്നാ ശരി പോയിക്കോ. അല്ല, നീ പോയി പഠിക്കന്നെ വേണം. നിന്നെ പഠിപ്പിക്കലാണ് വാപ്പക്ക് ഉമ്മക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളത്, പ്രചോദനം കൊടുക്കണം. ഇങ്ങോട്ടൊന്ന് പറയുമ്പോഴേ കാമന്നാ സല്ലംന്നാന്ന് പറഞ്ഞാൽ പിന്നെ വൈക്ക് പോല. നല്ല പഠിക്കാൻ ബുദ്ധിയുള്ള പക്വതയും നല്ല തൻ്റെയോടൊക്കെയുള്ള കുട്ടികൾ എന്തോ ഒരു ചെറിയ മടുപ്പിന്റെ പേരിൽ വന്ന വർത്തമാനം പറയുമ്പോഴേക്ക് നമ്മൾ സമ്മതം മൂടരുത്. പ്രചോദനം പറഞ്ഞ് വീണ്ടും വീണ്ടും അയക്കണം. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പ്രചോദനം നൽകിയത് ഉമ്മയാണ്. സഹോദരങ്ങളെ, നല്ല രൂപത്തിൽ ഹലാലാ രൂപത്തിൽ തൊഴിലെടുക്കുന്ന ഉമ്മ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് ആ തൊഴിൽ മുഴുവനും ചെയ്യുന്നത്, പഠിപ്പിക്കാനാണ്. പക്ഷേ ആ പ്രാരാബ്ധത്തിലും കുടുംബക്കാരിൽ പലരും ചോദിച്ചു, ഷാഫി ഇമാം തങ്ങളെ മദീനയിലേക്ക് വിട്ടയക്കുമ്പോ ആകെ ഒരു മകനല്ലേ ഉള്ളൂ, അതിനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണോ? പലരും ചോദിക്കാറില്ലേ അങ്ങനത്തെ ഒരു ചോദ്യം. പക്ഷേ ആ ഉമ്മാന്റെ ദൃഢനിശ്ചയം കൊണ്ട് അള്ളാഹു നമുക്ക് എത്ര വലിയ സന്തോഷമാ തന്നത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്നൊരു വലിയ മഹാൻ അന്നൊരു കച്ചവടക്കാരനായി മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഈ സന്തോഷം ലഭിക്കോ? ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു കവിയായി മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഈ സന്തോഷം കിട്ടുമോ? ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ച നല്ലൊരു ബിസിനസ്മാനും മാത്രമായി മാറിയതില്ലെങ്കിൽ ഇത്ര സന്തോഷം കിട്ടുമോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഭരണരംഗത്ത് മാത്രം ഒതുങ്ങിയ ഒരാളാണെങ്കിൽ ഇത്ര സന്തോഷം കിട്ടുമോ? മദീനയിൽ വന്ന് 10 കൊല്ലക്കാലം വീണ്ടും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമിന്റെ തപസ്സിലായി നിന്നു. അതുകൊണ്ട് ലോകത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അപ്പൊ ഇൽമിന് നല്ല സ്വബർ വേണം, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണം. ചിലര് വയല് കേൾക്കും, പല ഉസ്താദെ നമ്മൾ വയലൊക്കെ നല്ല കേൾക്കാറുണ്ട് എന്ന് പറയും, പക്ഷെ ഫുള്ള് കേൾക്കാനുള്ള സ്വബറില്ല. ഫുള്ള് കേൾക്കാനുള്ള സ്വബറില്ല. അതെങ്ങനെ? വയലങ്ങനെ തുടങ്ങുമ്പോ ഒന്നിങ്ങനെ ഇരുന്നിങ്ങനെ കേൾക്കും, ആ മേറ്ററൊക്കെ ഇങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചാരി കേൾക്കാൻ എത്തിയിട്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് കേൾക്കപ്പോഴൊന്നും ഉറങ്ങൂലാന്ന് തരും. പിന്നെ നല്ല വിഷയം പറയുമ്പോൾ ഉണ്ടാകും ആള് നല്ല ഉറക്കിലായിരിക്കും. 5 മിനിറ്റ് കൊണ്ട് ആ സ്വബർ പോയി അല്ലേ? ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പത്രം വായിക്കുക, ഒരു മാസിക വായിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ലേഖനം വന്നിട്ടുണ്ട്, ഡിസാലയോ സുന്നി ഒക്കെ എടുത്തിങ്ങനെ വായിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇരുന്നിങ്ങനെ വായിക്കുക, ഒരു കുഴപ്പമില്ല, ഇരുന്നിങ്ങനെ വായിക്കുകയാണ്, നല്ലോണം മനസ്സിലാകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് പറയും ഇങ്ങനെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടോ, ഒന്ന് ചെരിഞ്ഞ് കിടന്നിട്ട് വായിച്ചോളൂ. ചെരിഞ്ഞ് കിടന്ന് വായിച്ചു. കുറച്ചുകൂടി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാകും ഈ വായിക്കുന്നത് തലയിണായി വന്നിട്ടുണ്ടാവും. അപ്പൊ പോയി, സുബറിന്റെ കുറവുണ്ടാണ്.
നല്ല ക്ഷമ വേണം. അള്ളാഹു നമുക്ക് സുബ്ർ ഏറ്റി തരട്ടെ. ഇൽമു പഠിക്കുന്നതിൽ അങ്ങേയറ്റത്തെ സുബ്ർ അള്ളാഹു നൽകുമാറാകട്ടെ. നല്ല വേണം. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ പൂർണ്ണമായി കേൾക്കണം, പഠിക്കണം, ശിഷ്യത്വം സ്വീകരിക്കണം. അപ്പൊ നല്ല കഴിവുണ്ടാവും. കേൾക്കുന്നൊരു മാറ്റർ ശരിക്കും മനസ്സുറപ്പിച്ച് കേൾക്കണം, നല്ലോണം പഠിക്കണം. രണ്ടാമതായി വ്യക്തിപരമായി വേണ്ടത്, സഹോദരങ്ങളെ, അവിടെ തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒന്നാമത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, വഅലാ മശഖത്തി ഇസ്തിംബാത്തിൽ ജവാബി അൻ ശുബ്ഹാത്തിൽ മുഖാലിഫീൻ. തൗഹീദിന്റെ എതിരാളികളുണ്ട്, പരലോകമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ശങ്കിക്കുന്ന ആളുകളുണ്ട്, നബിമാരുടെ അനുഭവത്തിന്റെ വിഷയത്തിൽ സംശയമുള്ള ആൾക്കാരുണ്ട്. അവരോട് പറയുന്ന മറുപടി നന്നായി ശ്രദ്ധിച്ചു പഠിക്കണം. അത് പഠിക്കാൻ നല്ലൊരു ക്ഷമ വേണം. കാരണം ആ മറുപടി ആ രൂപത്തിൽ നിന്റെ മനസ്സിലേക്ക് ഉൾക്കൊള്ളണം. അതിന് തുറന്ന മനസ്സോടെ, നല്ല ഉണർവോടെ നീ കേട്ട് പഠിക്കണം, നല്ലോണം ചിന്തിച്ചു പഠിക്കണം. അവർക്കുള്ള മറുപടി നീ എന്തിനാ പഠിച്ചു വെക്കുന്നത്? നിന്റെ മനസ്സിൽ അത്തരത്തിലൊരു സംശയം വരുമ്പോ, നിന്നോട് വേറെ ആരെങ്കിലും ഒരു സംശയം ഉന്നയിച്ച് സംശയത്തിലാക്കുമ്പോ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ നന്നാക്കാനാണ്, അല്ലെങ്കിൽ സ്വന്തത്തിൽ നിനക്ക് വരുന്ന സംശയം തിരുത്താനാണ്. ആ നിലക്കുള്ള വിഷയങ്ങളും പഠിച്ചു വെക്കണം. രണ്ടാമതായി പറഞ്ഞു, അയ്യസ്ബിറ അലാ മശഖത്തി അദാഇൽ വാജിബാതി വൽ മന്ദൂബാത്ത്. ഫർളും സുന്നത്തുമായ കാര്യങ്ങള്, അതിന്റെ പ്രയാസങ്ങളില്ലേ, നല്ല ക്ഷമയോടെ നിർവഹിക്കണം. ഫർള് നിസ്കരിക്കുമ്പോഴേ, സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ ക്ഷമാപൂർവം, സുന്നത്തും ഫർളും മാത്രം നമ്മൾ പറഞ്ഞതല്ല, എല്ലാം. ഒരാൾ ഫർളായ നിലക്ക് ആദ്യം ഫർളായ ഹജ്ജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരു ഹജ്ജിന് പോയി, നല്ലോണം ശ്രദ്ധിച്ച അയാൾ എല്ലാ ഭാഗവും സൂക്ഷിച്ച് ചെയ്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ കൊല്ലം ഹജ്ജിന് പോകുകയാണെങ്കിലും ചെയ്യണം. രണ്ടാമത്തെ മൂന്നാമത്തെ ഉംറ പോകുകയാണെങ്കിൽ, 10 ഉംറ പോകുകയാണെങ്കിലൊക്കെ എല്ലാ ഉംറയും ചെയ്യേണ്ട കാര്യങ്ങൾ, കടപ്പാടുകളൊക്കെ നിർവഹിച്ച് ചെയ്യണം. അതിനൊരു സുബ്ർ വേണം. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ജമാഅത്ത് നിസ്കാരവും നമ്മൾ ഒറ്റക്കുള്ള നിസ്കാരവും കണ്ടാൽ അറിയാം സുബ്റുണ്ടോ ഇല്ലേ എന്ന്. ജമാഅത്ത് നിസ്കാരത്തിൽ അയാൾ കാത്തു നിന്ന് ഫാത്തിഹൊക്കെ അതിന്റെ രൂപത്തിൽ ഓതി, തസ്ബീഹൊക്കെ അതിന്റെ രൂപത്തിൽ ചൊല്ലി, ഒക്കെ 3-3 ചൊല്ലി, അത്തഹിയ്യാത്തൊക്കെ അതിന്റെ പാകത്തിൽ ചൊല്ലി, ഒക്കെ റെഡി. ഒരിക്കൽ അയാളിങ്ങനെ വന്നു നോക്കുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞു. അങ്ങനെ അയാൾ കൈകെട്ടി ഒറ്റയ്ക്ക് നിസ്കരിക്കാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഈ 4 റക്അത്ത് നിസ്കാരവും ഇമാമ് ദ്വാരക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നുപോയി. ഇമാമ് സലാം വീട്ടിയിട്ട് അയാൾ നിസ്കാരം തുടങ്ങുന്നത്, 4 റക്അത്തും തീർന്നുപോയി. എന്താ ഉസ്താദ് അങ്ങനെ തീർന്നൂടെ? തീർന്നൂടാ. എന്തേ കാരണം? ക്ഷമയോടെ ഒക്കെ ചെയ്തിട്ടില്ല. എന്നതിന് തെളിവ്, തസ്ബീഹ് 3 ചൊല്ലിയിട്ടില്ല, റുകൂഇലുമില്ല, സുജൂദിലുമില്ല, അത്തഹിയ്യാത്തു ശേഷമുള്ള ദുആ ഫുള്ളായി ചൊല്ലിയിട്ടില്ല, ഫാത്തിഹക്കാണെങ്കിലോ വല്ലാത്ത സ്പീഡ്, ശേഷം 1-2 സൂറത്ത് ഓതിയിട്ടില്ല, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഫർളും സുന്നത്തും നിർവഹിക്കാനുള്ളൊരു പ്രയാസമില്ലേ? ക്ഷമാപൂർവം അത് നിർവഹിക്കണം. അതിന് ഒരു വിഘ്നവും വരുത്താൻ പാടില്ല. നമ്മുടെ സ്വന്തത്തിൽ വേണ്ട ക്ഷമയാണത്. അവിടെ സഹോദരങ്ങളെ, എത്ര സാഹസികത അനുഭവിക്കേണ്ടി വന്നാലും ആ ഇബാദത്തിന്റെ സൗന്ദര്യം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കണോ, ക്ഷമ കൂടിയേ പറ്റൂ. അതുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്ന ആളോടും, ഹജ്ജ് ചെയ്യുന്ന ആളോടും, സക്കാത്ത് കൊടുക്കുന്ന ആളോടും, നിസ്കരിക്കുന്ന ആളോടും, എല്ലാ കർമ്മങ്ങളിലും ഒരു വിഷയം അല്ലാഹു ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ക്ഷമാപൂർവം നിർവഹിക്കാനാണ്. ഹജ്ജിന് പോകുന്ന ആളോട് പറഞ്ഞത്, ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. ഹജ്ജിന് പോകുന്നു, അനാവശ്യമായിട്ടൊരു വാക്കും പറയരുത്, കുറ്റകൃത്യമായി തീരുന്നൊരു വാക്കും പ്രവൃത്തിയും ചെയ്യരുത്. ഹലാലായ നിലക്ക് നിനക്ക് നേരത്തെ ചില സംഗതികളൊക്കെ പറ്റുന്നു, ഇഹ്റാമോടത് ഹറാമായി, അതും നീ ചെയ്യരുത്. വലാ ജിദാല, ആരോടും തർക്കിക്കാൻ പോകരുത്. ഹജ്ജിന്റെ സൗന്ദര്യം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. എന്തേ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? അതാണ് ക്ഷമയോടെ പാലിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഹജ്ജിന് പോയി കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുന്ന ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ എത്ര കഷ്ടപ്പാടുണ്ടാവും തോന്നിയിട്ടില്ല.
അവിടെ എത്തി നോക്കുമ്പോൾ ഭക്ഷണമൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് നമ്മളെ റേഞ്ച് മാറിയില്ലേ? നമ്മൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോന്ന് പറയും. ആദ്യം അമീറിനെ വിളിച്ചിട്ടൊന്ന്, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആളെ വിളിച്ചിട്ടൊന്ന്, പിന്നെ കൂടെ വന്ന ആൾക്കാരോടൊക്കെ എല്ലാവരോടും തർക്കിക്കാണ് എല്ലാ വിഷയത്തിലും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ പോന്നിട്ടില്ല, വിദായിന്റെ തവാഫൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പർച്ചേസിങ്ങിന് പോയി. നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അവിടെ തർക്കത്തോട് തർക്കം. കാരണം നമ്മളെ നാട്ടിലെ വിലക്കുന്ന സാധനങ്ങൾ കിട്ടണം, അതൊരു നിലക്കും കിട്ടൂല. എന്നാലൊന്ന് പറഞ്ഞു നോക്ക. അതവിടെ തുടങ്ങി. ഒരു മുസല്ല വേണമെന്നൊരു താല്പര്യം, മുസല്ല വാങ്ങാൻ പോയി. മുസല്ലക്ക് എത്ര? അപ്പൊ വിൽപ്പനക്കാരൻ പറഞ്ഞ മുസല്ലക്ക് കൂടുതലൊന്നുമില്ല, 100 റിയാൽ. 100 റിയാൽ എന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ പതുക്കെ കണക്ക് കൂട്ടി നോക്കി. 100 × 17 നല്ല അല്ലോ, ഇത്ര അധികം. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു തുടങ്ങി. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു. അല്ല വേണം, പക്ഷെ ഈ വിലക്ക് എടുക്കൂല. തുടങ്ങി അവിടെ വർത്താനം തുടങ്ങി. പിന്നുള്ളൊന്നും മൈക്കി കൂടെ പറയണ്ട, ആ രൂപത്തിൽ തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തിൽ സന്ദർഭത്തിൽ തർക്കിക്കേണ്ടിയോ പറയേണ്ടിയൊക്കെ വന്ന നല്ല സുബറ് വേണം. മൂത്രയിക്കാൻ പോയി നോക്കി, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥലല്ലേ. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ മൂത്രയിക്കാൻ പോയപ്പോ എന്തോ ഒരു കാരണം കൊണ്ട് മൂത്രയിക്കുന്ന സ്ഥലത്ത് ഉള്ളിലെന്തോ പോയി തടഞ്ഞതുകൊണ്ടാണ് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, മൂത്രയിക്കാൻ പറ്റാത്ത പരുവത്തിൽ. എങ്ങനെ ഉണ്ടാകും അവസ്ഥ? നല്ല സ്വബറ് ചെയ്യണം, നല്ല ക്ഷമ പാലിക്കണം. അതിന് ഒരു ബുദ്ധിമുട്ടും തോന്നരുത്. വാജിബായ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എത്ര നമ്മൾ സഹിക്കേണ്ടി വന്നാലും സഹിക്കാൻ തയ്യാറാകണം. അപ്പൊ വാജിബാത്ത് സുന്നത്തുകൾ നിർവഹിക്കുമ്പോ നല്ല ക്ഷമാപൂർവം നിർവഹിക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, നിക്കാഹിന്റെ സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, യാത്ര പോകുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്. അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വാഹനത്തിൽ കയറുമ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങി ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നിർവഹിക്കാൻ നല്ല ക്ഷമ സ്വീകരിക്കണം, നല്ല ക്ഷമ സ്വീകരിക്കണം. അത് സ്വന്തത്തിൽ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ക്ഷമയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊണ്ട് നടക്കാനുള്ള ഓരോന്നും അതാത് സമയത്ത് കൊണ്ട് നടക്കാനുള്ള സ്വബർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൃത്യമായിട്ട് കൊണ്ട് നടക്കുക, സ്വഹാബത്തെ കൊണ്ട് നടന്ന പോലെ. ഒരു മിനിറ്റ് അവർ തെറ്റിക്കൂല, താബീങ്ങളൊക്കെ ചെയ്തതുപോലെ. അതങ്ങനെ തന്നെയാകണം എന്ന ഒരു കർശനമായ നിലപാട്, അതാണ് ആ സ്വബറിന്റെ അർത്ഥം. അങ്ങനെ ഞാൻ സ്വീകരിക്കുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള നിലപാട്. മൂന്നാമതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ പ്രയാസമില്ലേ, നല്ല ക്ഷമ പാലിക്കണം. ഒരുപാട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലത്തും അതനുസരിച്ച് പ്രയാസമുണ്ട്. അവിടെയാണ് നല്ല ക്ഷമ പാലിക്കേണ്ടത്. വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല ക്ഷമയുണ്ടോ, സ്വർഗത്തിലേക്ക് വേഗം ചെന്നു കയറാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സവിധത്തിൽ ഒരു ആറാബി വന്നു. ആ ആറാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ റമളാൻ മാസമൊക്കെ നോമ്പ് നോൽക്കുന്ന ആളാണ്, 5 വക്തും ഞാൻ നിസ്കരിക്കാറുണ്ട്, ഇതിലപ്പുറം ഞാനൊന്നും ചെയ്യാറില്ല. നമ്മളെപ്പോലെ റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കൽ 5 വക്തും നിസ്കരിക്കും, ഇതിലപ്പുറം ചെയ്യാനൊന്നുമില്ല. നബിയെ സക്കാത്ത് കൊടുക്കണമെങ്കിലും സ്വതക്ക് കൊടുക്കണമെങ്കിലും ഞാനൊരു ഫക്കീറാണ്, കൈവൊന്നുമില്ല. ഹജ്ജിന് പോകാൻ എന്നെ കൊണ്ട് കയ്യിൽ ഞാൻ ഫക്കീറാണ്. ഞാൻ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഞാൻ ഏത് വീട്ടിലായിരിക്കും? ഞാൻ സ്വർഗലോകത്തായിരിക്കോ അല്ല നരകത്തിലായിരിക്കോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിന്റെ ചോദ്യം കേട്ട് ചിരിച്ചു. ചിരിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് നിർദ്ദേശിക്കാം, അത് നിർദ്ദേശിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും. പക്ഷെ ആ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ട എന്താ കാര്യങ്ങൾ?
സുബ്റാണ്. എന്താ തങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നത്? ഇദാ ഹഫിൽത ഐനൈക അനിസ്നൈൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലെത്താം. എന്താ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അനിന്നദുരി ഇലൽ മുഹറമാത്ത്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണിനെ നീ സൂക്ഷിക്കണം, തടഞ്ഞു വെക്കണം. രണ്ടാമതായി വന്നദുരി ഇലൽ ഖൽഖി ബിഐനിൽ ഇഹ്തിഖാർ, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയിലേക്കും നിസ്സാരതയുടെ തരം താഴ്ത്തുന്ന നോട്ടം നീ നോക്കരുത്. ഒരു സൃഷ്ടിയെയും നീ ചെറുതായി കാണരുത്. അതൊരു പൂച്ചയാകട്ടെ, ഒരു നായയാകട്ടെ, ഒരു കുരങ്ങാകട്ടെ, ഏതാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന കണ്ണുകൊണ്ട് നീ നോക്കരുത്. അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ ഈച്ച, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ ഉറുമ്പ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിനക്ക് പ്രതികൂലമായിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും ഒറ്റ സൃഷ്ടിയെയും തരം താഴ്ത്തി കാണരുത്. ആ നോട്ടം നോക്കാൻ പാടില്ല. ഒരു നായനെ കാണുമ്പോ ഛേ നായ പറയാൻ പാടില്ല, നോക്കാൻ പാടില്ല. നിന്നെ നായനെ കാണുമ്പോ അങ്ങനെ നോക്കേണ്ട ആവശ്യം? നായ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, നല്ല നോട്ടം നോക്കിയാ പോരെ അതിനെ. ഒരാളിൽ എന്താണോ അനുകൂലമായിട്ടുള്ളത് അല്ലതിൽ നോക്കേണ്ടത്. അനുകൂലമായിട്ടുള്ളതാ നോക്കേണ്ടത്, പ്രതികൂലമായിട്ടുള്ളതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയി. ജനാസ നിസ്കരിക്കാൻ പോയപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുസല്ലി അലൈഹി യാ റസൂലല്ലാഹ് ഫഇന്നഹു റജുലുൻ ഫാജിർ. അല്ലാഹുവിന്റെ റസൂലേ, ആ മനുഷ്യൻ നിസ്കരിക്കരുത്, അയാൾ ഒരു മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ഹൽ റആഹു അഹദും മിൻകും അലൽ ഇസ്ലാം, ഈ മനുഷ്യനെ ഇസ്ലാമിലായിട്ട് ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു. ഉടനെ ഒരാൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഇസ്ലാമികമായ ആൾ ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹറസ ലൈലത്തൻ ഫീ സബീലില്ലാഹ്, ഒരു രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുന്നോട്ട് നിന്ന് തങ്ങൾ നിസ്കരിച്ചു. ഖബറടക്കിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തങ്ങൾ മണ്ണ് വാരിയിട്ടു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഇന്നക ലാ തസ്അലൻ അഅമാലിന്നാസ്, ജനങ്ങളുടെ അമലുകളെ പറ്റി നിങ്ങൾ ചോദിക്കരുത്, അന്വേഷിക്കരുത്. വലാകിൻ തസ്അലു അനിൽ ഫിത്റാ, അവരിലുള്ള നല്ല സ്വഭാവങ്ങൾ, നല്ല വിഷയങ്ങളില്ലേ, അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് ചോദിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. നന്മയുണ്ടല്ലോ ഓരോ സൃഷ്ടികളിലും അള്ളാഹു വെച്ച നന്മ, ആ നന്മയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വീക്ക്നെസ്സുകളായിരിക്കും, അതല്ല കാണേണ്ടത്. നിങ്ങൾ നോക്കും, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ജനങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഒരു ചത്ത് കിടക്കുന്ന നായ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നോക്കിതാ എന്റെ പല്ല് നോക്ക്, നല്ല വെളുപ്പുണ്ടല്ലേ, ആ നായന്റെ പല്ല് കാണാൻ നല്ല വെളുപ്പുണ്ടല്ലേ. എന്താ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെ ചത്ത് കിടക്കുന്നതാണെങ്കിലും അതിലും കാണേണ്ടത് നല്ലൊരു കാഴ്ചയാണ്. ആ കാഴ്ച കാണേണ്ടത്. ഇത് ബാക്കിയുള്ളവരൊക്കെ മോശമാണ്, ഞാൻ മാത്രം ഉഷാറെന്ന് ചിന്തിച്ചാൽ പിന്നെ എങ്ങനെ നന്നാകുക? ആരിലേക്ക് നോക്കുമ്പോഴും വലുപ്പത്തിന്റെ കണ്ണുകൊണ്ട് നോക്കണം. അള്ളാഹുവിന്റെ ഒറ്റ സൃഷ്ടിജാലങ്ങളെയും ചെറുതായി കാണരുത്. ചില പ്രാണികൾ കാണും സഹോദരങ്ങളെ, ചില സമയത്ത് ആ പ്രാണികൾ ശരീരത്തിൽ ഇങ്ങനെ അരിച്ചു പോയാൽ അവിടെ ഒരു വര കാണും. ഒന്ന് വാസനിച്ചു നോക്കിയാൽ ഒരു വാസനയുണ്ടാകും. അതിനോടും വെറുപ്പ് തോന്നാൻ പാടില്ല. അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ചിലതൊക്കെ വന്ന് ശരീരത്തിൽ ഇങ്ങനെ കടിക്കുമ്പോ നമ്മളെ ശ്രദ്ധ ഉണർത്താനാന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തോ ഒരു അശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് കൊതുക് വന്ന് കടിക്കുന്നത്. അതുകൊണ്ട് കൊതുകിനെയും നല്ല നോട്ടം കൊണ്ട് നോക്കിയാൽ മതി. അതുകൊണ്ടല്ലേ മഹാന്മാർക്കൊക്കെ ആ കാഴ്ചപ്പാടിൽ അവർ മുന്നോട്ടാണ്. അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉദു എടുത്ത് രണ്ട് കൈയും പൊന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്, രണ്ട് കൈയും പൊക്കിയിട്ട്. അപ്പൊ ശിഷ്യൻ യാക്കൂബ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, ഉസ്താദ് എന്താ കുറെ നേരമായല്ലോ കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നത്? കൈ ഇങ്ങനെ വന്ന് പിടിച്ചപ്പോഴേക്ക് ശിഷ്യൻ കാണുന്നത് ഒരു കൊതുക് നല്ല ഫുള്ളാക്കിയിട്ട് അതങ്ങനെ പാറിപ്പോയി.
അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ശബ്ബസ്തഅല ഹാദിഹി ളഈഫ, ഈ സാധുവായ ജീവിയെ നീ സ്വീപ്പാക്കിയല്ലോ, അത് അതിന്റെ ഭക്ഷണം എടുക്കുകയെന്ന് എന്റെ ശരീരത്തിൽ. ഒരു കൊതുക് രക്തം എടുത്താൽ എത്ര ലിറ്റർ രക്തം എടുക്കും? കുറച്ചല്ലേ എടുക്കുള്ളൂ. ആ കൊതുക് അതിന്റെ ഭക്ഷണം എടുത്തു പോയിക്കോട്ടെ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ എന്നാണ് അവരുടെ ചിന്ത. കാരണം അവരുടെ നോട്ടം, അവരുടെ മനസ്സിലാക്കലൊക്കെ അങ്ങനെയാണ്. ഒരു നായ ഒരു വഴിക്ക് പോകുമ്പോൾ, ഒരു നായ ഒരു വഴിക്ക് വരുമ്പോ ആ നായക്ക് എന്താ നായ എൻ്റെ പിന്നിൽ വരാൻ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ, എന്താപ്പാ നായ എൻ്റെ പിന്നിൽ? നമ്മളെ പിന്നാലെ ഒരു നായ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലത്തും എടുത്തു നോക്കും, ഒന്നുകിൽ വടി അല്ലെങ്കിൽ കല്ല്. ഇതിനെങ്ങനെങ്കിലും നാട്ടിൽ എന്തിനാപ്പത് വരുന്നത്? അത് സത്യത്തിൽ ഒന്നും ചെയ്യൂല. കാരണം അതിൻ്റെ വാലൊക്കെ ചുരുട്ടി നല്ല തവാലോടുകൂടെ വരുന്നത്. വാലൊക്കെ ചുരുട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യൂല എന്നുള്ളൊരു അടയാളാണ്. പിന്നെ എൻ്റെ പിന്നാലെ വരുന്ന എന്തിനാ? അപ്പോഴാണ് ആ നായ ഇങ്ങനെ മുന്നോട്ട്, നാവ് ഇങ്ങനെ മുന്നോട്ട് തൂക്കുന്നു, നാവ് അങ്ങോട്ട് വലിക്കുന്നു, മുന്നോട്ട് നോക്കും. പടച്ചോനെ, അതിന് വിശക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഒരു കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് അങ്ങ് കൊടുത്താൽ നമ്മളെപ്പോലെ നമ്മൾ ആ സൃഷ്ടിയെയും പരിഗണിച്ചു എന്നാണ്. അതുകൊണ്ട് ആ അറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്നാമത്തെ ഉപദേശം, നല്ല ക്ഷമ വേണം രണ്ട് കാര്യത്തിനും. നിന്റെ നോട്ടം, നീ രണ്ട് കാര്യങ്ങൾ, നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം. അതേ, ഒന്ന് ഹറാമുകളിൽ നിന്ന് നോട്ടത്തെ മാറ്റണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നിസ്സാരതയുടെ കണ്ണുകൊണ്ട് നോക്കുന്നതും നീ മാറ്റണം. വഹഫിൽത ഖൽബക അൻനിസ്നൈൻ, നിന്റെ ഖൽബിനെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ സൂക്ഷിക്കണം. അനിൽ ഗുല്ലി വൽ ഹസദി, പകയുണ്ടാകാൻ പാടില്ല, പോരുണ്ടാകാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. വൽ ഹസദി, അസൂയയിൽ നിന്നും ഖൽബിനെ സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവാ നേടിയെടുക്കേണ്ടത്. വഹഫിൽത ലിസാനക അനിസ്നൈൻ, നിന്റെ നാവിനെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം. അനിൽ കദിബി വൽ ഗീബ, കള്ളം പറയുന്നതിൽ നിന്നും ഗീബത്ത് പറയുന്നതിൽ നിന്നും നാവിനെ സൂക്ഷിക്കണം. ഈ 6 കാര്യങ്ങളും സൂക്ഷിച്ചാൽ തകൂനു മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം നിനക്ക് സ്വർഗത്തിലെത്താം. നീ സ്വർഗത്തിലാണ് എന്നല്ല പറഞ്ഞത്, എന്റെ കൂടെ നിനക്ക് സ്വർഗത്തിലെത്താം. സഹോദരങ്ങളെ, ഇവിടെ വേണ്ട ക്ഷമ ഏതാണ്? മൻഹിയാത്തിൽ നിന്ന്, വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്താനുള്ള ക്ഷമ വ്യക്തിപരമായി ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സബ്റു അലാ ശദാഇദിദ് ദുനിയാ വആഫാതിഹാ, ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും, ആപത്തുകൾ വരും. രോഗം അതിൽപ്പെട്ടതാണ്, ദാരിദ്ര്യം അതിൽപ്പെട്ടതാണ്, വരൾച്ച അതിൽപ്പെട്ടതാണ്, ഖൗഫും അതിൽപ്പെട്ടതാണ്. നല്ല ക്ഷമയോടെ കഴിയണം. പ്രതിസന്ധികൾ വരും. മുമ്പുള്ള മുൻഗാമികൾക്ക് വന്ന വിശപ്പോലും നമുക്ക് വിശപ്പൊന്നിട്ടില്ലല്ലോ. അവർ ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. ആ ക്ഷമയുടെ ഫലമായിട്ട് അല്ലാഹു തആല അവർ കൊടുത്തില്ല, ധാരാളം കൊടുത്തു. എത്ര സംഭവങ്ങളുണ്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിലും മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ. അവർക്ക് ആ വന്ന വിശപ്പൊന്നും നമുക്ക് വന്നിട്ടില്ല. അത്രയും കഠിന വിശപ്പ് ദുനിയാവിലുള്ള ഒരു പരീക്ഷണമാണ്. വരൾച്ച വന്നെത്തിയാൽ സഹോദരങ്ങളെല്ലാം മുടങ്ങിപ്പോകും. ക്ഷമിക്കാനുള്ള നല്ല കഴിവ് വേണം. രോഗം വന്നാൽ നമ്മൾ തളർന്നു പോകും. ക്ഷമിക്കാനുള്ള കഴിവ് വ്യക്തിപരമായി സ്വീകരിക്കണം. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് അയച്ചു. ഞങ്ങൾക്ക് അമീറായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അമീറായി നിശ്ചയിച്ചു. ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘത്തെ, കച്ചവട സംഘത്തെ നേരിടാൻ, അഭിമുഖീകരിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പോകുമ്പോ ഞങ്ങള് 300 ചില്ലറ ആളുകളുണ്ട്. ഞങ്ങളെ കൂടെ കാര്യമായിട്ട് ഭക്ഷണമൊന്നുമില്ല. ഒരു കൊട്ടയിൽ കുറച്ച് കാരക്കയുണ്ട്, വേറെ ഒന്നുമില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓരോ കാരക്ക ഓരോ ടൈമിൽ തരും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കാരക്ക ഞങ്ങൾ എന്താ ചെയ്യാറുള്ളത്? കുട്ടികൾക്ക് സാധാരണ മധുര പലഹാരം കിട്ടിയാൽ കുറെ നേരം കുട്ടികൾ നാവിൽ വെച്ച് അതിന്റെ മധുരം ഊറ്റിയെടുക്കുന്നത് പോലെ ഞങ്ങൾ ഒരു കാരക്ക കൊണ്ട് ഒരുപാട് ഉമിനീരങ്ങനെ വലിച്ചെടുക്കും.
ഒരു കാരക്കയാ രാവിലെ തരുന്നത്, മറ്റൊരു കാരക്കയാണ് വൈകുന്നേരം തരുന്നത്. കാര്യമായിട്ടുള്ള ഭക്ഷണം അതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കാരക്കയും തീർന്നുപോയി. സുബ്ഹാനല്ലാഹ്, വെള്ളവും തീരാനായി. കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം ഇടക്കിടക്ക് എന്തെങ്കിലും ഇലകൾ പറിച്ചിട്ടത് നനക്കും. എന്നിട്ട് ആ നനവോടുകൂടെ ഇല അങ്ങ് ഭക്ഷിക്കും. നല്ല നല്ല ഇലകളാണെന്ന് തോന്നുന്ന ഇലകളൊക്കെ വെള്ളത്തിലിട്ട് നനക്കും. എന്നിട്ട് ഭക്ഷണമായിട്ട് കരുതി ഞങ്ങൾ അങ്ങനെ ഭക്ഷിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഞങ്ങളൊരു യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോ ഒരു കടൽ തീരത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. ആ കടൽ തീരത്തതാ വലിയ മണൽക്കൂന പോലെ, കൂമ്പാരക്കണക്കിന് മണൽ കൂട്ടിവെച്ചതുപോലെ ഒരു വസ്തുവിനെ കാണുന്നു. പോയി നോക്കുമ്പോ കടലിലെ വലിയൊരു ജീവിയാണ്. അംബർ എന്ന് പേര് വിളിക്കപ്പെടുന്ന വലിയൊരു ജീവി, വലിയൊരു മത്സ്യം. ചെറുതല്ല, വലുത്. അതങ്ങനെ വന്ന് കരക്കടഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അബൂബൈദർ റളിയല്ലാഹു അൻഹു ആദ്യം കണ്ടപ്പോ പറഞ്ഞു, മൈത്തത്തുൻ, അതേതായാലും ചത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചത്താലും ഭക്ഷിക്കാലോ, മത്സ്യല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനിയിപ്പോ അത് അങ്ങനെ ചത്തുപോയി എന്ന് കരുതിയാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നഹ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. നിങ്ങളെല്ലാവരും ഓരോ ഭാഗം എടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, ഒരു മാസം ഞങ്ങളത് ഭക്ഷണമായിട്ട് കഴിച്ചു കൂട്ടി. കുറച്ചൊന്നല്ല, ഒരു മാസം ഭക്ഷണമായിട്ട് കഴിച്ചു കൂട്ടി. 300 ആളുകൾ ഞങ്ങളുണ്ട്. ഞങ്ങളൊക്കെ നല്ലോണം തടിച്ചു കൊഴുത്തു. നല്ല ഭക്ഷണല്ലേ കിട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഈ കിടക്കുന്ന ജീവിയുടെ കണ്ണിന്റെ ഓട്ടയിൽ നിന്ന്, അതിന്റെ മാളത്തിൽ നിന്ന്, ഓട്ടയിൽ നിന്ന് പാത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ എണ്ണ കോരിയെടുക്കാറുണ്ട്. ആ ജീവിയിൽ അള്ളാഹു വെച്ച എണ്ണയാണ്. ചില മത്സ്യത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല നെയ്യ് കാണും. അത് ഞങ്ങൾ കോരിയെടുത്ത് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ടോ ഞങ്ങൾ ചട്ടിയിലേക്ക് അതിൽ നിന്ന് ഒഴിക്കും. ചില ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്ത് അതിന്റെ നെയ്യ് കൊണ്ട് തന്നെ അത് പൊരിച്ചെടുക്കും. എന്നിട്ട് ഭക്ഷിക്കും. അങ്ങനെ അബൂബൈദർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മദീനയിൽ തിരിച്ചു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഇത് പറഞ്ഞു. ഈ ഭക്ഷിച്ച ഭക്ഷണം ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നറിയണം. അതാണ് ആദ്യത്തെ വിഷയം. തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഹുവ റിസ്ഖുൻ അഖ്റജഹുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി കടലിൽ നിന്ന് പുറപ്പെടുവിച്ച ഭക്ഷണമാണ്. കാരക്കയും തീർന്ന് വെള്ളത്തിൽ മുക്കിയ ഇലകളൊക്കെ ഭക്ഷിച്ചല്ലേ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി കടലിൽ നിന്ന് അല്ലാഹു പുറത്തെടുത്ത് തന്നതാണ്. ആ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും നിങ്ങളെ കൂടെ ബാക്കിയുണ്ടോ? നല്ല ബർക്കത്തുള്ള ഭക്ഷണമാണ്, ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് സൂക്ഷിച്ചു വെച്ച കുറഞ്ഞ മാംസങ്ങൾ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചു എന്ന് ഹദീസിൽ കാണാം. പട്ടിണി, വല്ലാത്ത വിശപ്പ് അനുഭവിച്ച് ക്ഷമ വിടാതെ മുന്നോട്ട് നീങ്ങി. പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അവസ്ഥ മാറാൻ പാടില്ല, ധാരണ തെറ്റാൻ പാടില്ല. അല്ലാഹു തആല എന്നെ ഈ രോഗത്തിലായിട്ട് ഇങ്ങനെ ഇടങ്ങേറായി ഇങ്ങനെ കെട്ടിയിരുന്നെന്തിനാ ചിന്തിക്കാൻ പാടില്ല. ആ രോഗത്തിൽ അങ്ങനെ കഴിയുമ്പോൾ ഒരുപാട് ഖൈറുകൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് മറ്റു എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും സന്ദർശനവും. പിന്നെയോ ഒരുപാട് നന്മ ചിന്തിക്കാനുള്ള ഒരു നല്ല അടച്ചുറപ്പുള്ളൊരവസ്ഥ. രോഗിയായി നിൽക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന നല്ലൊരു സന്തോഷതാണ്. അയാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതുവരെ നേരമില്ലായിരുന്നു, ഇപ്പൊ ഒരു നേരം കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം, പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റിയ നല്ല സന്ദർഭമാണ്. അള്ളാഹു രോഗം തരുന്നത് ഇങ്ങനെ കുറെ നിശ്ചയങ്ങൾ സ്വീകരിക്കാനും കുറെ കാര്യങ്ങൾ വിലയിരുത്താനുമാണ്. ഇസ്ബിറൂ വസ്വാബിറൂ, വൈയക്തികമായി സ്വീകരിക്കേണ്ട ഈ കാര്യങ്ങൾക്ക് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമാപൂർവം ജീവിക്കണം. അതെ, മറ്റുള്ള ആളുകൾക്കിടയിലും നിങ്ങൾക്കിടയിലും ഒരുപാട് പ്രതിസന്ധികൾ വരാം. അവിടെ സഹിക്കാനുള്ള ക്ഷമ നിങ്ങൾ സ്വീകരിക്കണം. കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് താഴ്ന്ന സ്വഭാവങ്ങൾ വരാം.
വരാം. ക്ഷമിക്കാനുള്ള കഴിവ് സ്വീകരിക്കണം. അയൽവാസികളിൽ നിന്ന് തരം താഴ്ന്ന സ്വഭാവങ്ങൾ വരാം, അടുത്ത കുടുംബക്കാരിൽ നിന്ന് വരാം. വസ്വാബിറൂ, ക്ഷമാപൂർവം നേരിടണം, ക്ഷമയോടുകൂടെ അവരെയും നന്നാക്കണം. വയദ്ഖുലു ഫീഹി തർക്കുൽ ഇന്തിഖാം മിമ്മൻ നസാഅ ഇലൈക, നിന്നോരൊരാൾ മര്യാദക്കേട് കാണിച്ചു, നിന്റെ പ്രായത്തിനും നിന്റെ സ്റ്റേജിനും ഒക്കാത്ത ചില സംസാരങ്ങൾ നടത്തി, അല്ലെങ്കിൽ തെറിയഭിഷേകം ചെയ്തു, അല്ലെങ്കിൽ അതുപോലെ മെസ്സേജുകളോ മറ്റോ അയച്ചു, എന്നാൽ അവന് പ്രതികരിക്കാതെ തിരിച്ചതേ നാണയത്തിൽ മറുപടി കൊടുക്കാതെ വിട്ടുവീഴ്ച കൊടുക്കുന്നതും ക്ഷമയാണ്. അവന്റെ വിവരക്കേട് കൊണ്ടാണ് ഒരുപക്ഷെ അവനാ പറഞ്ഞത് എന്ന നിലക്ക് നീ അതങ്ങ് ഒഴിവാക്കണം. തിരിച്ചു പ്രതികരിക്കാനില്ല, അവനോട് പറയാനുമില്ല. അറിവില്ലാത്ത ആളുകൾ പലതും വിളിച്ചു കൂവൂലേ, നീ അതിനൊന്നും പ്രതികരിക്കാൻ പോകരുത്. നിനക്ക് നേർക്ക് നേരെ മുന്നിൽ വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത വാക്ക് പറഞ്ഞു, എന്നാലും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ കാരണം അവൻ കുടുങ്ങരുത്, അവനും രക്ഷപ്പെടണം, ഞാനും രക്ഷപ്പെടണം, അവനങ്ങ് ക്ഷമിച്ചു കൊടുക്കാം. ഇമാമിങ്ങളുടെ വീട്ടിൽ വന്ന്, അവരുടെ റൂമിൽ വന്ന്, അവരെ മുന്നിൽ വന്ന് മര്യാദക്കേട് കാണിച്ച ആളുകൾക്കൊക്കെ അവര് വല്ലാതെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വസ്വാബിറൂ, മറ്റുള്ളവരോട് ക്ഷമയോടെ വർത്തിക്കുക എന്ന അധ്യാപനം സ്വീകരിച്ചിട്ടാണ്. എത്ര ആളുകൾ സഹോദരങ്ങളെ ചീത്ത വിളിച്ചവരുണ്ട്, അടിച്ചവരുണ്ട്, ദിനേന വന്നിട്ട് ശല്യം ചെയ്തവരുണ്ട്. മര്യാദക്കേടല്ലേ, വലിയ മര്യാദക്കേടാണ്. പക്ഷേ വിട്ടുകൊടുത്തു, മാപ്പ് കൊടുത്തു. എന്തിന്? ഇവര് കൊടുക്കുന്ന ക്ഷമ കൊണ്ട് അവരും നന്നാവുകയാണ്. അവർക്ക് ആ കൊടുക്കുന്ന ക്ഷമ കൊണ്ടോ ഈ മഹാന്മാർക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കുന്നു. അപ്പൊ ആ രൂപത്തിൽ പറഞ്ഞ ആളുകൾ നമ്മുടെ മനസ്സിലില്ലേ? പലരും ഇല്ലേ സഹോദരങ്ങളെ? അവർക്കങ്ങ് വിട്ടുവീഴ്ച കൊടുക്കുക. അതേ രൂപത്തിൽ തന്നെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള കഴിവും അതേ ക്ഷമാപൂർവം സ്വീകരിക്കേണ്ടതാണ്. നമുക്കൊരാവശ്യമുണ്ട്, നമ്മളെക്കാൾ ആവശ്യം നമ്മുടെ മറ്റുള്ള ആളുകൾക്കുണ്ട്. എന്നാൽ അയാൾക്കാകട്ടെ ആ കാര്യം എന്ന നിലക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വഹാബത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞു, സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കും. അവരിൽ ആവശ്യമുണ്ടെങ്കിലും തൽക്കാലം ഇപ്പൊ നമുക്ക് ക്ഷമിക്കാം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാം. ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ചോദിച്ചപ്പോ സ്വഹാബത്തവരെ വീട്ടിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന അതിഥികളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ അവരെ വീട്ടിൽ അതിഥിക്ക് നേരത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്കുണ്ടാക്കിയ ഭക്ഷണം ഇന്ന് തൽക്കാലം നമുക്ക് വിശപ്പടക്കാം, അതിഥി ഭക്ഷണം കഴിച്ചു പോയിക്കോട്ടെ. ആ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശേഷണം എടുത്തു പറഞ്ഞു. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനല്ലേ പരിഗണിക്കുക? വീട്ടിൽ എന്തെങ്കിലും ഹദിയകൾ വന്നാൽ ആദ്യം തങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ പരിഗണിക്കും. ആരെ പരിഗണിക്കുക? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും സ്ഥാനവും ബഹുമാനവും അല്ലാഹു നൽകിയ അസ്ഹാബു സുഫത്തിനെ പരിഗണിക്കും. മദീനത്തെ പള്ളിയിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവർക്കും കൊടുക്കാം. എന്നിട്ടാകാം നമുക്ക് ഉണ്ടെങ്കിലൊക്കെ നമുക്കാകാം എന്ന നിലക്കുള്ള പരിഗണന. അയൽക്കാരെ പരിഗണിക്കും, അയൽവാസികളെ പരിഗണിക്കും. നമുക്കിപ്പോ അത് ആവശ്യമില്ല, പക്ഷെ അയൽവാസിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയുള്ളൊരു പരിഗണന. എനിക്കിപ്പോ അത് ആവശ്യമില്ല, എന്റെ കൂട്ടുകാരന് ആവശ്യമുണ്ടെന്ന് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ എത്ര മുന്തിച്ചതുണ്ട്, പരിഗണിച്ചതുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ കാണാം. അതേപോലെ തന്നെ അക്രമികൾക്ക് മാപ്പ് കൊടുക്കുക മറ്റുള്ളവരോട് ക്ഷമ പാലിക്കുന്നതിന്റെ മാർഗമാണ്. നന്മ കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും വസ്വാബിറൂ, ക്ഷമാപൂർവം മറ്റുള്ളവരോട് പെരുമാറുക എന്ന രൂപത്തിലുള്ളതിന്റെ മാർഗമാണ്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും അറിയാത്ത വിഷയങ്ങള് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങള് ആരെങ്കിലും വന്ന് പറയുമ്പോ അവരോട്
ക്ഷമാപൂർവം സഹകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവരെ സംശയങ്ങൾ നീക്കിക്കൊടുക്കുന്നതും വസാബിറൂ ക്ഷമയോടെ വർത്തിക്കുക എന്നതിന്റെ പിന്നാലെ വരുന്നു. അവരെ മനസ്സിൽ നിന്ന് ആ സംശയങ്ങൾ നീക്കുന്ന രൂപത്തിൽ നല്ല തന്ത്രങ്ങൾ പ്രയോഗിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തത് 2 ജൂതന്മാർക്കാണ്, യഹൂദികൾക്കാണെന്ന് പറയും. സഹിക്കാൻ പറ്റാത്ത വാക്കാണ്. തങ്ങൾ 2 മക്കളെ കെട്ടിച്ചു കൊടുത്തത് യഹൂദികൾക്ക് എന്ന് പറയുന്ന സ്വഹാബിമാരെ പറ്റിയാണ്. ഈ മനുഷ്യനെ ഈ വാദത്തിൽ നിന്ന് മാറ്റണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ? ജൂതന്മാർക്ക്. ആരെ പറ്റിയാണ് ആ പറയുന്നത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ, ആ മഹാന്മാരെ പറ്റി. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരെ ഇങ്ങനെ കാത്തു കഴിഞ്ഞു, ഇയാളെ ഒന്ന് തിരുത്തണം, തന്ത്രപൂർവം തിരുത്തണം. അതും വസാബിറു എന്ന് പറഞ്ഞതിന്റെ മാർഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ മുന്നിലെത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായ ഒരു മകളുണ്ടല്ലേ? ആ ഉണ്ട്. എങ്ങനെ, ഇപ്പൊ തീരുമാനമുണ്ടോ? ഓ തീരുമാനമുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. നമ്മളടുത്ത് നല്ലൊരു പുതിയാപ്പിളുണ്ട്, കെട്ടിച്ചു കൊടുത്താലോ? ആ കുഴപ്പമില്ല, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അദ്ദേഹം വീട്ടിൽ പോയി. എല്ലാവർക്കും സന്തോഷമായി. കാരണം ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ തരുന്ന പുതിയാപ്പിളല്ലേ. ആ പുതിയാപ്പിൾ എത്ര നല്ല പ്രാഗൽഭ്യവും എല്ലാ നിലക്കും തികഞ്ഞ ആളായിരിക്കുന്നതിൽ സംശയമല്ല. രണ്ടാമത് ഒരു തവണ കൂടി ആളെ വിളിച്ചിട്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, പുതിയാപ്പിള നല്ല ഉഷാറുള്ള ആളാണ്, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ആള് യഹൂദിയാണ് എന്ന് പറഞ്ഞു. ജൂതനാന്ന് പറഞ്ഞപ്പോഴേക്ക് ഇയാളെ ശരീരമൊക്കെ വിയർത്ത്, ഇയാളെ കണ്ണൊക്കെ ചുവന്ന് അയാൾ പറഞ്ഞു, യഹൂദിക്ക് എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനോ? അവിടെ അങ്ങോട്ട് ഹീറ്റായപ്പോ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനായ നിങ്ങളെ മകൾക്ക് ഒരു യഹൂദിയെ കെട്ടിച്ചു കൊടുക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ വെറുപ്പോടെ കാണുന്നുണ്ടെങ്കിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെയാണ് ആ മനുഷ്യനാകെ പരിഭ്രമിച്ചു പോയത്. തൗബ ചെയ്യാൻ പറഞ്ഞു, മടങ്ങാൻ വേണ്ടി പറഞ്ഞു, ശരിയായ നിലയ്ക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയി. ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ദുർചിന്ത മാറ്റാനാണ് ഇമാമുൽ അബൂ ഹനീഫ തങ്ങൾ ഈ ഒരു തന്ത്രം പ്രയോഗിച്ചത്. സഹോദരങ്ങളെ, അങ്ങനെ ബാത്തിലായ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് പൊള്ളായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിലും മഹാന്മാരുടെ പേരിലും ധാരണപ്പിശകുകൾ വെച്ച് നടക്കുന്ന ആളുകളെ തന്ത്രപൂർവം തിരുത്തി നന്നാക്കുന്നതും വസാബിറൂ മറ്റുള്ളവരോട് ക്ഷമാപൂർവം സഹകരിച്ച് തിരുത്തുക, അവരെ നന്നാക്കുക. അതുകൊണ്ടാണ് ആ നിലക്ക് ഉലമാക്കള് പ്രതികൂലികളുടെ സംശയങ്ങൾക്ക് നല്ല മറുപടികൾ കൊടുത്തവരെ തിരുത്തുന്നത്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തില് നല്ല മറുപടികൾ കൊടുത്തവരെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ മാത്രം നന്നായാ പോരല്ലോ, മറ്റുള്ളവരും നന്നാകണമെന്ന ചിന്ത വേണല്ലോ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വന്തത്തിൽ ക്ഷമ പാലിച്ചാൽ മാത്രം പോരാ, വസാബിറൂ മറ്റുള്ളവരോട് ക്ഷമയോടെ സഹകരിക്കണം. അതിൽ തുടക്കത്തിൽ എണ്ണി പറഞ്ഞത് കുടുംബക്കാരെയാണ്. ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ജേട്ടന്മാരുണ്ട്, അനുജന്മാരുണ്ട്. അവരോടൊക്കെ ക്ഷമയോടെ വർത്തിക്കണം. ക്ഷമയുടെ കുറവ് കൊണ്ട് പിണക്കം വരരുത്, തർക്കം വരരുത്, സംഘട്ടനത്തിലേക്ക് എത്തരുത്, കുടുംബ ഛിദ്രതയിലേക്ക് എത്തരുത്. നല്ല ക്ഷമയുണ്ടോ? എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും യേശി വരൂല, പിണക്കം വരൂല, ഛിദ്രത വരൂല, തമ്മിലടി വരൂല, വാക്ക് തർക്കങ്ങൾ വരൂല, എന്നേക്കുമായി കലഹങ്ങൾ ബാക്കി നിൽക്കൂല. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഗതി ഉണ്ടായാൽ മതി, ക്ഷമാപൂർവം കാര്യങ്ങൾ വിലയിരുത്താനുള്ള മനോഗതി ഉണ്ടായാൽ മതി. എന്നാൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ കഴിയും. എന്തിന്? നമ്മൾ കൊടുക്കുന്ന മാപ്പ് കൊണ്ട് അവരും നന്നാകണം, നമ്മളും നന്നാകണം. ആ ഒരൊറ്റ ചിന്ത കാരണമാണ്
സഹോദരങ്ങളെ, ഇൽമ് പഠിച്ച് ഉയർന്ന് വളർന്നു വരുന്ന ആലിമീങ്ങളില്ലേ, ആ ആലിമീങ്ങൾ ഉയർന്ന ദറജയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവർ തരണം ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പലരിൽ നിന്നും കിട്ടുന്ന പരീക്ഷണങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബു ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, മഹാനവർകൾ പറഞ്ഞു, ലാ യുകമ്മലു ആലിമുൻ ഫീ മഖാമിൽ ഇൽമി, ഇൽമിന്റെ സ്ഥാനത്തൊരു ആലിമിനും കമാലിയത്ത് ലഭിക്കൂല, പൂർണ്ണത ലഭിക്കൂല, ഹത്താ യുബ്തലാ ബി അർബഇൻ, 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് വരെ ഏതൊരു ആലിമും ആ 4 പരീക്ഷണങ്ങളും സഹിച്ചു മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അയാൾ ഏറ്റവും ഉന്നതമായ ദറജയിലെത്തും. അയാളെ പിന്തുടരാൻ ധാരാളം വ്യക്തികളുണ്ടാകും, ഒരുപാട് അണികൾ ഉണ്ടാകും. ഒന്നാമതായിട്ടുള്ള പരീക്ഷണം ശമാതത്തുൽ അഅദാ, ശത്രുക്കളുടെ സന്തോഷം. എന്തെങ്കിലൊക്കെ ആ ഒരു പണ്ഡിതന് നേരെ എന്തെങ്കിലൊക്കെ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ കേസുകളോ മറ്റോ കേൾക്കുമ്പോ ശത്രുക്കൾ ഒരു ഭാഗത്ത് നിന്ന് സന്തോഷിക്കുന്ന സന്തോഷം, അതേ മുൻഗാമികളിൽ എത്രയോ ആളുകൾ നമുക്കങ്ങനെ കാണാൻ കഴിയും. ആ ശത്രുക്കളെ സന്തോഷം വലിയൊരു പരീക്ഷണമാണ്. പലരും അത് എഴുതുന്നു, പാടുന്നു, പറയുന്നു, പല ഫിത്നകളും ഉണ്ടാക്കുന്നു. പല മഹാന്മാരെ പറ്റിയും മുൻഗാമികളിൽ ഉണ്ടാക്കിയിട്ടില്ലേ, അവരത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങി. അത് ആലിമീങ്ങളുടെ ഉയർച്ചയിൽ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. മറ്റൊന്ന് മലാമത്തുൽ അസ്ദിഖാ, സ്വന്തം സുഹൃത്തുക്കൾ സതീർത്ഥ്യരായി പഠിച്ച ആളുകളിൽ നിന്ന് ആക്ഷേപം വരുന്നു. എന്താ ആക്ഷേപം വരാൻ കാരണം? അയാൾക്കെന്താ അള്ളാഹു അത്ര ഉയർച്ച കൊടുക്കാൻ, കൂടെയാണല്ലോ ഞാനും പഠിച്ചത്, എനിക്കെന്താ അള്ളാഹു ഉയർച്ച തരാതിരുന്നത്? അപ്പൊ പിന്നുള്ള എല്ലാ കുറ്റങ്ങളും ഇങ്ങോട്ട് പറയാണ്, ആക്ഷേപങ്ങൾ ശാപങ്ങളൊക്കെ കിട്ടുകയാണ്. ഒരേ ഉസ്താദുമാരുടെ ശിഷ്യന്മാരായി പഠിച്ചവരാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള ആക്ഷേപം വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണവും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം. നല്ല സ്വബർ പാലിക്കാതെ ഉയരാൻ കഴിയൂല. മൂന്നാമതായി വത്വനിൽ ജുഹാൽ, വിവരം കുറഞ്ഞവരുടെ ആരോപണങ്ങൾ. വിവരം കെട്ട ആൾക്കാർ കണ്ടില്ലേ, ഇപ്പോഴും കാണാം. ആലിമ്യങ്ങളെ പറ്റി ഗീബത്തും നമീമത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആലിമ്യങ്ങൾക്ക് അല്ലാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. നാലാമത്തത് ഹസദിൽ ഉലമാ, പണ്ഡിതന്മാരെ ഭാഗത്തു നിന്ന് വരുന്ന അസൂയ, മൂത്ത അസൂയ. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് അസൂയ മൂത്തിട്ട് ഒരു പണ്ഡിതൻ ഒരു സദസ്സ് സംഘടിപ്പിച്ചു. എന്നിട്ട് ആ പണ്ഡിതൻ തായിരുന്നു, അള്ളാഹുവേ ഷാഫി ഇമാം നിങ്ങളെ നീ വേഗം മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഇൽമൊന്നും പോകൂല. കാരണം ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ 10 കൊല്ലത്തെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു. പിന്നെ എങ്ങനെ ഇൽമു പോകാനാ? പക്ഷെ ഹസദ് മൂത്തിട്ടാണ് ദുആ. ദുആന്റെ മജ്ലിസ് എന്തിനാ? മഴ കിട്ടാനോ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ രോഗം മാറാനോ അല്ല. ഷാഫി ഇമാം തങ്ങളെ മരിപ്പിക്കണേ എന്ന് ദ്വാരക്കാൻ. ഇതല്ലേ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞത്, ഹസദുൽ ഫതാ ഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. ആ ചെറുപ്പക്കാരനോട് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർക്ക് വലിയ അസൂയ. കാരണം ഷാഫി ഇമാം തങ്ങളെ അധ്വാനം അവരെത്തിച്ചിട്ടില്ല. ഷാഫി ഇമാം തങ്ങളെ ശിഷ്യന്മാരെ പോലെ ശിഷ്യന്മാർ അവർക്ക് കിട്ടിയിട്ടില്ല. ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ ഷാഫി ഇമാം തങ്ങളെ എതിരാളികളായി, പ്രതികൂലികളായി. ചിലര് ചിന്തിക്കും ആരും എതിർക്കാത്ത ആളുകൾ മാത്രമേ വലിയ ആളുകളാകുള്ളൂ. അങ്ങനെ മനസ്സിലാക്കും. അങ്ങനല്ല. എതിർപ്പിന്റെ സ്വഭാവം ഒരു പരീക്ഷണമാണ്. എന്റെ വക എഴുതിക്കൊണ്ടൊന്നല്ല. ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാനവറുകൾ പറയാണ്, ഈ 4 പരീക്ഷണങ്ങളും ഒരു ആലിമിന്റെ ഇൽമിന്റെ മഖാമിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ വരുന്ന പരീക്ഷണങ്ങളാണ്. ഫൈൻ സബറ അലാ ദാലിക, 4 സഹനം ശീലിച്ചാൽ, ക്ഷമ പാലിച്ചാൽ, ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി, പിന്തുടരപ്പെടാൻ പറ്റുന്ന വലിയൊരു നേതൃത്വമാക്കി അള്ളാഹു ആ പണ്ഡിതനെ നിശ്ചയിക്കും.
ആളുകൾക്ക് അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന വലിയൊരു മാതൃകാ പുരുഷനാക്കും. ഈ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് എത്രയെത്ര മഹാന്മാര് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോ മറ്റുള്ളവരോട് കാണിക്കേണ്ട ക്ഷമാപൂർവമുള്ള വിഷയം അതാണ്. വസ്വാബിറൂ, ക്ഷമ പാലിക്കണേ, മറ്റുള്ളവരോട് ക്ഷമയോടെ വർത്തിക്കണേ. വറാബിതൂ, നല്ല സന്നദ്ധത സ്വീകരിക്കണം. ഈ ക്ഷമ സ്വന്തത്തിൽ കൊണ്ട് നടക്കാനും മറ്റുള്ളവരോട് ക്ഷമ പാലിക്കാനും സ്വന്തം ശരീരത്തെ ഒന്ന് പിടിച്ചിരുത്താനുള്ള കഴിവില്ലേ, ആ കഴിവ് വേണം. അതാണ് റാബിതു. അതൊരു തീവ്ര പരിശ്രമമാണ്, തീവ്ര പരിശ്രമമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകുന്നൊരു പ്രതിരോധം. ഈ റാബിതു എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് നൽകിയ തഫ്സീറിൽ കാണാം. അതെ, ക്ഷമാപൂർവം ഇബാദത്തിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവാണ് അൽ മുദാവമതു ഫീ മകാനിൽ ഇബാദത്തി വസ്സബാത്ത്. ആരാധന നടത്തുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കാനും പതിവായി ചെയ്യാനുള്ള കഴിവ്. ചെയ്യുന്ന ആരാധന വിട്ടുപോകുന്നില്ല, നിശ്ചയിച്ച് കരുതിയ ഇബാദത്ത് പൂർത്തിയാക്കാതെയും പോകുന്നില്ല. എന്താ, ഒരു ജുസു ഓതാൻ വേണ്ടിയിരുന്നു, പൂർത്തിയാണിന് മുമ്പ് നീച്ചു പോ, എന്നാ ഈ പറയുന്ന മുറാബത്ത് എത്തിയിട്ടില്ല. സന്നദ്ധത, സജ്ജീകരണം എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര പരിശ്രമമാണ്. കഠിനയത്നം, തീവ്രയത്നം സ്വന്തം ശരീരത്തിന് കൊടുക്കുക. ഇരിപ്പുറപ്പിക്കാൻ കഴിയണം. നിശ്ചയിച്ച ഈ അമൽ ചെയ്ത് പൂർത്തിയാക്കിയിട്ടല്ലാതെ അനങ്ങൂല, മാറൂല. ആ കഴിവ് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മുറാബത്തെ വിശദീകരിച്ചിടത്ത് ചില ഹദീസിലൊക്കെ കാണാം, തഫ്സീറിലൊക്കെ കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായാ. കുറ്റങ്ങൾ അല്ലാഹു മായ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, അതുകൊണ്ട് അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ ഉയർത്തി തരും. കുറ്റകൃത്യങ്ങൾ അല്ലാഹു മായ്ച്ചു തരും. ഒന്ന് എണ്ണി പറഞ്ഞത് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹി, പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും വുളൂ പൂർത്തിയാക്കിയെടുക്കാനുള്ള കഴിവ്. പ്രയാസമുള്ള ഘട്ടങ്ങളിൽ വുളൂ പൂർത്തിയെടുക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, വിശദമായി പറഞ്ഞാൽ, ഒന്ന് തണുപ്പ്, നല്ല തണുപ്പുണ്ട്, അവിടെ 3 പ്രാവശ്യം കഴുകി വുളൂ എടുക്കണം. വെള്ളം കുറവാണ്, എന്നാലും കിട്ടുന്നത് കൊണ്ട് 3 പ്രാവശ്യം കഴുകണം. അതിനുപയോഗിക്കാൻ കഴിയണം. കുറഞ്ഞ വെള്ളം കൊണ്ട് വുളൂ എടുത്ത് ശീലിക്കണം. വലിയ പ്രയാസം തന്നെ. ഒരു കുപ്പി വെള്ളം കൊണ്ട് വുളൂ ഒന്നായിട്ട് എടുക്കാൻ കഴിയും. സാധാരണ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് വുളൂ എടുക്കല്, ഒരു കുപ്പി വെള്ളം കൊണ്ട് വുളൂ എടുക്കണം. അത്രേ വെള്ളം കിട്ടാനുള്ളൂ. ആ എടുക്കുന്ന വുളൂ 3 പ്രാവശ്യം എടുക്കണം, 3 പ്രാവശ്യം കഴുകണം, കഴുകി ശീലിക്കണം. മറ്റൊന്ന് പ്രയാസമുള്ള നേരമാണ്, പക്ഷെ പൂർത്തിയാക്കി എടുക്കണം. ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, വുളൂവിന്റെ അവലുള്ള ദിക്റും ആഖിറിലെ ദിക്റൊക്കെ കഴിയുമ്പോഴേക്ക് വലിയ പ്രയാസമാണല്ലോ. ഒക്കെ ചെല്ലണം, ചൊല്ലിയിട്ട് നിസ്കരിക്കാൻ അങ്ങോട്ട് കയറണം. ജമാഅത്തും കൂടി കിട്ടൂല, ഒരൊറ്റ ജമാഅത്തിന്റെ ഒരു ചെറിയ വകുപ്പും കൂടി കിട്ടൂല എന്ന് കാണുമ്പോ നീ വേണമെങ്കിൽ ആ ഫർദിലൊക്കെ ചുരുക്കിയിട്ട് ജമാഅത്തിന് പോയി പങ്കെടുത്തോ. സുന്നത്തായ നിലക്കൊരു ചുരുക്കം അവിടെ തുടങ്ങിയിട്ടുള്ളൂ, ഇഖാമത്ത് കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റക്അത്ത് 1, 2, 3 ഉണ്ട് മഗ്‌രിബിന്. ഇനിയൊരു പക്ഷെ അത് കഴിഞ്ഞാൽ വേറെയും ജമാഅത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ അവലും ആഖിറിലുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് പോയാൽ മതി. എങ്ങോട്ടാ അതിങ്ങനെ ഓടിപ്പോകുന്നത്? ഇത് പൂർത്തിയെടുക്കാനുള്ള കഴിവ്. പഴയ കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാർ വുളൂ എടുത്താൽ ഈ ദിക്ർ 2 ഘട്ടത്തിലുള്ള ദിക്ർ പൂർത്തിയാക്കിയിട്ടല്ലാതെ അവർ മുന്നോട്ട് പോകൂല. അവർക്ക് ആ സന്നദ്ധത, ദീനിന്റെ വിഷയത്തിൽ ശരീരത്തെ പിടിച്ചിരുത്താനുള്ള കഴിവ് നല്ലോണം ഉണ്ടായിരുന്നു. അത് നല്ലോണം വേണം. രണ്ടാമത്തെ വിഷയം തീരെയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരത്തെ കാത്തിരിക്കുന്നൊരു കാത്തിരിപ്പ്. മഗ്‌രിബ് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇശാവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരുപാട് ആളുകളെ കാണാമായിരുന്നു.
മഗ്രിബിന് വന്നതല്ലേ, ഇനിപ്പാകെ അരമണിക്കൂർ 3/4 മണിക്കൂറേ ഉള്ളൂ. ഇശാ ബാങ്ക് കൊടുക്കാൻ കുറച്ചൊന്ന് ഓതട്ടെ. പതിവായി ഓതുന്ന ചൊല്ലുന്ന കുറെ ഔറാദുകളുണ്ട്, അതും ചൊല്ലിയിട്ട് ഇശായിന്റെ ബാങ്കങ്ങ് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരത്തെയും കാത്തിരിക്കുന്ന സ്വഭാവം, അതും വലിയൊരു സന്നദ്ധതയാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സമയവും ഒടിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ, ഉമ്മമാരെ, മറ്റു തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇശായിന്റെ നിസ്കാരം വരെ കാത്തിരിക്കുന്നത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ളൊരു അമലാണ്. ബാക്കി കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നിസ്കാരക്കുപ്പായമിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണ്ട. ദിക്റും ദുആവും കഴിഞ്ഞ് ആ കർമ്മങ്ങളിലേക്ക് നീങ്ങിക്കോളൂ. അത് മുടങ്ങിപ്പോകാൻ പാടില്ല. മൂന്നാമത്തത് കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളികളിലേക്കുള്ള കാലടിപ്പാടുകൾ അധികരിപ്പിക്കുക. പള്ളികളിലേക്ക് നോക്ക് നിങ്ങൾ, സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടി വന്നു. എത്ര പള്ളികളുണ്ട് 1 കിലോമീറ്ററിനുള്ളില്, പക്ഷേ ചവിട്ടടികൾ ഇന്ന് കുറവാണ്. ചവിട്ടടി വെച്ച് പോയാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. സുബ്ഹിക്ക് എല്ലാവർക്കും കഴിയും, ഇശായിന് കഴിയുന്നവരുണ്ട്, മഗ്രിബിനും ഒക്കെ കഴിയുന്നവരുണ്ട്. ആ പള്ളിയിലേക്കുള്ള നടത്തം അധികരിപ്പിക്കൽ. 3 പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്. ഈ 3 കാര്യങ്ങളുമാണ് റിബാത്ത്. റിബാത്ത് സന്നദ്ധത, അതുപോലെ തന്നെ സജീവത എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ആള് സജീവത ഉള്ള ആളാണെങ്കിൽ അയാളെ കുറച്ച് കാണാൻ പറ്റിയ അടയാളങ്ങളാണ് ഇതൊക്കെ. ഇതിലിപ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായും പറഞ്ഞത്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ടും പള്ളിയുമായി ബന്ധപ്പെട്ടും ഒരു ഈമാനുള്ള മനുഷ്യന്റെ ബന്ധം ചെറിയൊരു ബന്ധമല്ല. വറാബിതു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹോദരങ്ങളെ ശരീരത്തെ പിടിച്ചു വെക്കാനുള്ള കഴിവ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരുപ്പുറപ്പിക്കാനുള്ള കഴിവ്, ആ കഴിവ് നേടിയെടുക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തിരിപ്പിനുള്ള കഴിവ്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു വാച്ച്മാനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഈ കാവൽ നിൽക്കുന്നത്. രാവും പകലും ഒരു സ്ഥാപനത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന വാച്ച്മാനെ കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇൽമ കിട്ടാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങൾ കാത്തിരിക്കുന്ന കാത്തിരിപ്പ്, അതെ, ഉസ്താദ് വരുന്ന സമയം വരെ കാത്തിരിപ്പ്, ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ വുളു എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, എന്തെല്ലാം കാത്തിരിപ്പുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ട്. അതെല്ലാം വറാബിതു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കുത്തിരിപ്പ് നടത്തണം. മൻ റാബത യൗമൻ വലൈലതൻ ഫീ സബീലില്ലാഹ്, ഒരു രാവും പകലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് കാത്തിരിപ്പിന് നമ്മുടെ ശരീരത്തെ വിനിയോഗിച്ചാൽ കാന കഅദ്ലി സിയാമി ശഹരിൻ വഖിയാമിഹി, ഒരു മാസത്തെ നോമ്പിനോട്, ഒരു മാസത്തെ നിസ്കാരത്തിനോട് അത് സമാനമാകും, തുല്യമാകും. ചെറിയ മഹത്വമുള്ള കാര്യമല്ല, വലിയ മഹത്വമുള്ള കാര്യമാണ്. ശരീരത്തിന് നൽകുന്ന സന്നദ്ധത, ആ സന്നദ്ധത കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നല്ല സ്വബർ പാലിച്ച് ജീവിക്കണം, ക്ഷമാപൂർവം ജീവിക്കണം. ശരീരത്തെ ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചിരുത്താനുള്ള കഴിവ് അത് നേടിയെടുക്കുന്നവർ മറ്റു മാർഗങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ചെയ്യുന്ന അമല് പൂർത്തിയാക്കാൻ വേണ്ടി സജീവമായി സഹകരിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ദീനിന്റെ ഖിദ്മത്ത് നടത്തുന്ന ഖാദിമീങ്ങളെ, ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നേരം ഒന്ന് കുത്തിരിപ്പ് നടത്തിയാൽ അത് വെറുതെ ആകുന്നില്ല. ആരെങ്കിലും ഒരാൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അയാൾ വന്നിട്ട് യോഗം തുടങ്ങൂ, അയാൾ എത്താൻ കുറച്ച് നേരം വൈകി, മുറുമുറുപ്പ് വേണ്ട, ഒന്നും വേണ്ട. വരാൻ കാത്തിരിക്കുന്ന ആളെ പറ്റി തിന്നു തീർക്കണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ വന്നിരിക്കുന്നത്. ക്ഷമാപൂർവം ശരീരത്തെ തടഞ്ഞിരുത്തിക്കോളൂ. അയാൾ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് വരാൻ അല്പം വൈകിയതാണ്. അയാൾ വന്നപ്പോ പറഞ്ഞു, ചെറിയൊരു
ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പെട്ടെന്ന് വന്ന കേസാണ്, അതുകൊണ്ട് അരമണിക്കൂർ വൈകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വെറുതെ ആകരുത്, ഇരുത്തം വെറുതെ ആകരുത്. ഒരമണിക്കൂർ 1 മണിക്കൂർ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇരുന്ന് കൊടുക്കുന്നത് ഇന്നത്തെ കാലത്തൊരു മോശപ്പെട്ട പണിയായി തോന്നരുത്. അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുത്തിരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പന്തലിന് വേണ്ടി, അവിടുത്തെ യുദ്ധങ്ങൾക്ക് വേണ്ടി, സമരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും കാവൽ നിൽക്കാനും മുന്നോട്ട് നിൽക്കുന്ന സ്വഹാബിമാരില്ലേ, അവർക്കൊരുപാട് സന്തോഷങ്ങൾ നൽകാറുണ്ട്. ഈ ദുനിയാവിൽ ഈ 3 ഘട്ടങ്ങളിലൂടെയും ജീവിച്ച് വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിലായി ജീവിക്കണം, എന്നാൽ വിജയത്തിലേക്ക് എത്താം. മറ്റൊരു ഭാഷയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മഹാന്മാര് ഇസ്ബിറു, നിങ്ങൾ ക്ഷമ പാലിക്കുക എന്ന 1ാമത്തെ വചനത്തിന് ശരീഅത്തനുസരിച്ച് ജീവിക്കുക എന്നും, വസ്വാബിറു, മറ്റുള്ളവരോട് ക്ഷമാപൂർവം സഹകരിച്ച് അവരെ കൂടി നന്നാക്കുന്ന മേഖല സ്വീകരിക്കുക, അതിന് ത്വരീഖത്ത് എന്നും 2 മാർഗങ്ങളും സ്വീകരിച്ചാൽ വറാബിതു, അല്ലാഹുവിന്റെ മാർഗത്തിൽ മനസ്സിനെയും ശരീരത്തെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് നേടുന്നത് ഹഖീഖത്തായും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് അങ്ങനെയും തഫ്സീർ നൽകിയത് കാണാം. അല്ലാഹു നമുക്ക് നല്ല ക്ഷമ നൽകുമാറാകട്ടെ. നല്ല സുബ്ർ വേണം, സുബ്ർ നൽകലും വിട്ടുപോകരുത്. സുബ്റാണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പരീക്ഷണത്തിനനുസരിച്ച്, ക്ഷമിക്കുന്നതിനനുസരിച്ച് അല്ലാഹു ദറജകൾ ഏറ്റിത്തരും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മുത്തറഫ് ബിൻ അബ്ദുല്ലാഹിൽ ഹർഷി റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ റബീ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോകാൻ. റബീ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി പോകുമ്പോൾ വെള്ളിയാഴ്ചയാണ്, ജുമയിലും പങ്കെടുക്കാം, മഹാനവറുകളെ കൂടെ ജുമയും നിസ്കരിക്കാന്ന് കരുതിയിട്ട് വെള്ളിയാഴ്ച ഞങ്ങൾ പോകുന്ന റൂട്ടിൽ ഒരു വലിയ മക്ബറയുണ്ട്. ആ മക്ബറയിൽ ഒരു ജനാസ ഖബറടക്കുന്നത് കണ്ടു. കിട്ടിയ നേരാണല്ലോ, ഒരു ജനാസ ഖബറെടുക്കുമ്പോൾ ഒന്ന് കൂടിക്കൊടുത്താൽ വലിയ കൂലിയല്ലേ. ഒന്ന് നിസ്കരിക്കാനും ഒന്ന് ഖബറെടുക്കാനൊക്കെ ഒന്ന് കൂടിക്കൊടുക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ ജനാസ ഖബറടക്കുന്നതിൽ ഞങ്ങളൊന്ന് പങ്കെടുത്തു. അങ്ങനെ വലിയ പുണ്യമുള്ള സംഗതിയാണത്. ജനാസ ഖബറടക്കുമ്പോൾ കുറച്ചാളുകളാണ് അവിടെ കൃത്യം നിർവഹിക്കുന്നതെങ്കിലും ഒന്ന് ഷാഹിദായി, സാക്ഷിയായി കൊടുത്താൽ നമുക്കും കിട്ടും, ഫർള് കിഫായന്റെ കൂലിയൊക്കെ കിട്ടും. അത് ചെറിയൊരു സംഗതിയല്ല, വലിയ സംഗതിയാണ്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ കുറച്ചാളുകൾ അങ്ങോട്ട് ചെന്നു. ആ ഖബറടക്കം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കുറച്ചിങ്ങോട്ട് മാറി നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഖബറിൽ നിന്ന് കുറെ ഇങ്ങോട്ട് വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം ഞാനങ്ങ് വളരെ തഖ്ഫീഫാക്കി, ചുരുക്കിയാ നിസ്കരിച്ചത്. ചുരുക്കി നിസ്കരിക്കാൻ, ശരിക്ക് ഭദ്രമായി സുന്നത്തുകളൊക്കെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നത് എനിക്ക് തൃപ്തിപ്പെട്ടില്ല. ഒന്ന് ചുരുക്കി നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് 2 റക്അത്ത് ഞാനൊന്ന് ചുരുക്കി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇരുന്നൊന്ന് തൂങ്ങിയുറങ്ങിയപ്പോ നേരത്തെ ഖബറടക്കിയ ഖബറാളിയെ ഞാൻ കണ്ടു. ആ ഖബറാളി വന്നിട്ട് എന്നോട് സംസാരിക്കുന്നു. ഒരു 2 റക്അത്ത് നിസ്കാരം ഒന്ന് ഭദ്രമായി ഉറപ്പിച്ച് സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അല്ലേ? 2 റക്അത്തല്ലേ നിസ്കരിച്ചത്, അത് തന്നെ നിങ്ങൾ ചുരുക്കി കളഞ്ഞല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ അറിയുന്നില്ല, ചിന്തിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല. എന്നിട്ട് ആ ഖബറടക്കിയ ഖബറാളി മുത്തറഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നിങ്ങളെപ്പോലെ, നിങ്ങൾ നിസ്കരിച്ച 2 റക്അത്ത് പോലെ ഞാനാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഞാനത് ഭദ്രമായി സുന്നത്തുകളും പാലിക്കേണ്ടതൊക്കെ പാലിച്ച് നന്നായി നിസ്കരിക്കുന്നത് ദുനിയാവ് മൊത്തം
മൊത്തം കിട്ടുന്നതിനേക്കാളും എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഖബറാളിയോട് ഞാൻ ചോദിച്ചു, ഇവിടെ കിടക്കുന്നത് ആരാണ്? ഖബറാളി പറഞ്ഞു, ഇവിടെ കിടക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ്, എല്ലാവർക്കും അള്ളാഹു വിവിധ ഖൈർ നൽകിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, ഇവിടെ കിടക്കുന്നവരില് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് ആരാണ്? അപ്പോൾ ആ ഖബറടക്കിയ മനുഷ്യൻ ഒരാളെ ഖബറിലേക്ക് എനിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് ഉണർന്നു. ആ ചൂണ്ടിക്കാണിച്ചെന്ന ഖബറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദ്വാരുന്നു, പടച്ചോനെ, ആ ഖബറാളിയെ നീ ഒന്ന് പുറത്തെടുത്ത് തന്നിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു. എന്താണ് അയാൾക്ക് ആ മഹത്വം കിട്ടാനുള്ള കാരണം എന്ന് ചോദിക്കാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു. ഒരു യുവാവാണ്, വയസ്സായിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഇക്കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ഖബറാളികളുടെ കൂട്ടത്തിൽ മഖബറയിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ നിങ്ങളാണോ? അങ്ങനൊക്കെ ആളുകൾ പറയുന്നുണ്ട്, എനിക്കാണ് ഏറ്റവും വലിയ ബഹുമാനം കിട്ടിയത്. എന്തുകൊണ്ടാ നിങ്ങൾക്ക് ബഹുമാനം കിട്ടിയത്? പ്രായം കൂടുതൽ നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, നിങ്ങൾ ചെറുപ്പക്കാരനാണല്ലോ, സുദീർഘമായ ഹജ്ജും ഉംറയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. കുറെ കാലത്തെ അമലും നിങ്ങൾക്കില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഖദുബ്തുലീതു ബിൽ മസാഇബി, ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിൽ വന്നിട്ടുണ്ട്, കുടുംബത്തിൽ വന്നിട്ടുണ്ട്, കൂട്ടുകാരിൽ വന്നിട്ടുണ്ട്, നാട്ടുകാരിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞാൻ ക്ഷമിച്ചു കളഞ്ഞു. ഒന്നിനും എനിക്ക് ക്ഷമയിലൊരു കുറവുണ്ടായിരുന്നില്ല. ഫബിദാലിക ഫുള്ളിൽതുഹും, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കിടക്കുന്ന ഖബറാളികളിൽ അള്ളാഹു എനിക്ക് വലിയ സ്ഥാനം തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ക്ഷമാപൂർവം ജീവിക്കണം. ക്ഷമ ഏറ്റവും കൂടുതൽ കയ്യിൽ പിടിച്ച്, ശരീരത്തിൽ പിടിച്ച് കൂടെ കൊണ്ട് നടക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മളെ ജീവിതമുള്ളത്. ദീനിന്റെ ഒരു കാര്യം, നമ്മുടെ ശിആറ്, നമ്മുടെ കൂടപ്പിറപ്പായി കൊണ്ട് നടക്കാൻ ഏറ്റവും സാഹസികമായ രംഗങ്ങൾ നേരിടുന്ന സമയമാണ്. ഒരു ദീനിന്റെ അടയാളം കൊണ്ട് നടക്കുമ്പോ പരിഹാസവും മറ്റുമൊക്കെ പതുക്കെ പതുക്കെ പല ഭാഗങ്ങളിലും മുളച്ചു പൊന്തുന്ന സന്ദർഭമാണ്. ക്ഷമാപൂർവം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങണം. കുറഞ്ഞ കാലം സഹിച്ചാൽ മതി, കുറഞ്ഞ കാലം ക്ഷമിച്ചാൽ മതി. എന്നാൽ നീണ്ട കാലത്തെ സുഖം ആഖിറത്തിൽ അനുഭവിക്കാം. സ്വർഗം കൊടുത്തതും ക്ഷമയുടെ പേരിലല്ലേ. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. മഹാന്മാർക്ക് അല്ലാഹ് സ്വർഗം കൊടുത്തതിനെ പറ്റി ഖുർആനിൽ പറയുന്നത് വജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചത് കൊണ്ട് അല്ലാഹു അവർക്ക് ഫലം നൽകി. ജന്നതൻ വഹരീറാ, നല്ല പട്ടുവസ്ത്രവും നല്ല സ്വർഗജീവിതവും നൽകി. അതുകൊണ്ട് ക്ഷമപൂർവം ജീവിച്ചുകൊണ്ട് മഹാന്മാര് ക്ഷമിച്ച തലങ്ങളിലൊക്കെ നല്ലോണം ക്ഷമ പാലിച്ച് നല്ല ക്ഷമയോടെ ഈമാനോടെ മുന്നേറണം. അള്ളാഹു വിജയികളിൽ നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂലാക്കി തരട്ടെ.